ഹലോ. പ്രിയമുള്ളവരെ, കനായ മിഷൻ്റെ 25ാമത് വാർഷികാഘോഷങ്ങളുടെ ആരംഭവും ഈ ദേവാലയം നമുക്ക് സ്വന്തമായതിൻ്റെ 10ാം വർഷത്തേക്കും പ്രവേശിക്കുന്ന ആഘോഷ കർമ്മങ്ങളിലൂടെ ആരംഭിക്കുകയാണ്. അഭിവന്യ പിതാവ് എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പ്രൊസഷൻ ഇവിടെ ആരംഭിക്കുന്നു. പ്രൊസഷൻ്റെ ക്രമങ്ങൾ താഴെ പറയുന്ന പോലെയാണ്. ഏറ്റവും പിന്നിലായി വിശുദ്ധ കുരിശ്, അതിൻ്റെ പിന്നിലായി തിരിയും തൂക്കുപറ്റിയും, തൊട്ടു പിന്നിലായി
25 വർഷത്തേക്ക് പ്രവേശിക്കുന്ന കാനായ മിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 25 പെൺകുട്ടികൾ കത്തിച്ച തിരികളുമായി ദേവാലയം ആരംഭിച്ചതിൻ്റെ 10ാം വർഷത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി 10 ആൺകുട്ടികൾ കത്തിച്ച തിരികളുമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ പിന്നിൽ പൂക്കളുമായി പാരിഷ് കൗൺസിൽ അംഗങ്ങളും തൊട്ടു പിന്നിലായി ജൂബിലി കമ്മിറ്റി കോർഡിനേറ്റേഴ്സും അതിന് തൊട്ട് പിന്നിലായി 14 കൂടാരയോഗങ്ങളിലെ സെക്രട്ടറിമാരും പൂക്കളുമായി കടന്നു വരുന്നു. തൊട്ടു പുറകിലായി 14 കൂടാരയോഗ വാർഡുകളിലെ പ്രസിഡന്റുമാർ മാതാവിൻ്റെ തിരുസ്വരൂപം ധരിച്ചുകൊണ്ട് കടന്നു വരുന്നതാണ്. അതിൻ്റെ പുറകിലായി നമ്മുടെ DRE, തൊട്ടു പുറകിലായി PRO, അതിൻ്റെ പിന്നിൽ നമ്മുടെ കൈക്കാരന്മാർ, ട്രസ്റ്റിമാർ, അതിൻ്റെ പുറകിലായി ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കമ്മിറ്റി കൺവീനർമാരായ ശ്രീ പീറ്റർ ചാടിയാണെന്നുള്ളതോടൊപ്പം ബേബി മണക്കുന്നതിനും അതിൻ്റെ പിന്നിൽ ജൂബിലി തിരിയുമായി ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛനും അതിൻ്റെ പുറകിലായ വിവിധ പിതാവുമാണ് കടന്നു വരിക. നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സീറ്റുകളനുസരിച്ച് വാർഡുകളനുസരിച്ച് ദയവ് ചെയ്തിരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കാനായ മിഷൻ ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാകുമ്പോൾ ഈ കാനായ മിഷന് നേതൃത്വം കൊടുത്തവരെയൊക്കെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. 25 വർഷങ്ങൾക്ക് മുമ്പ് കാനായ മിഷൻ എന്ന സ്വപ്നത്തോടു കൂടി നമുക്കൊരു മിഷൻ ഉണ്ടാകണമെന്നുള്ള ആശയത്തിൽ നേതൃത്വം കൊടുത്ത അഭിമന്യ കുന്നിശ്ശേരി പിതാവിനെ നമുക്ക് ഓർക്കാം. ഈ മിഷന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ വൈദികർ, അതോടൊപ്പം നേതൃത്വം കൊടുത്ത മറ്റ് നമ്മുടെ അന്മായ നേതാക്കന്മാരെയൊക്കെ ഈ അവസരത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. വീണ്ടും നമുക്ക് സ്വന്തമായി പള്ളി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ ഇന്ന് ദേവാലയത്തിൽ ദൈവബലി അർപ്പിക്കുന്ന ഈ ദേവാലയം സ്വന്തമായതിൻ്റെ നിമിഷങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടിയിൽ മുഴുവൻ സഭയും നമ്മുടെയൊക്കെ സാന്നിധ്യവും സഹകരണം കൊണ്ട് നമുക്ക് ഏറ്റവും ഭംഗിയാക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദീപബലി ആരംഭിക്കുന്നു. അതേ തുടർന്ന് ഈ പള്ളി അംഗത്തിൽ വെച്ച് തന്നെ ചെറിയ ഒരു ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും ഇവിടെ നടക്കുകയാണ്. ഈ പരിപാടിയിലൊക്കെ നിങ്ങളുടെയൊക്കെ മുഴുവൻ സഹകരണവും സാന്നിധ്യവും ഉണ്ടാക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രൊസഷൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷത്തെ നെഹ്റു ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ മിഷന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അതോടൊപ്പം നമ്മുടെ 10ാം വർഷത്തേക്ക് പ്രവേശിക്കുന്ന ദേവാലയത്തിന്റെ ജൂബിലിയുടെ ഔപചാരിക ഉദ്ഘാടനവും ഇവിടെ ആരംഭിക്കുകയാണ്. അഭിമന്യ പിതാവ് ഉൾപ്പെടെ നമ്മുടെ പ്രൊസഷൻ ഇവിടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും പിന്നിലായി വിശുദ്ധ കുരിശ്, അതിന് തൊട്ട് പിന്നിലായി തിരിയും ധൂപക്കുറ്റി, തൊട്ട് പിന്നിലായി 25 വർഷത്തെ പ്രവേശിക്കുന്ന കാനായ മിഷനെ പ്രതികരിച്ചുകൊണ്ട് 25 പെൺകുട്ടികൾ കത്തിച്ച തിരികളുമായി ദേവാലയം ആരംഭിച്ചതിന്റെ 10ാം വർഷത്തേക്ക് പ്രവേശിക്കുന്ന ഓർമ്മകളുമായി 10 ആൺകുട്ടികൾ കത്തിച്ച തിരികളുമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ പിന്നിൽ പൂക്കളുമായി പാരിഷ് കൗൺസിൽ അംഗങ്ങളും തൊട്ടു പിന്നിലായി ജൂബിലി സബ് കോർഡിനേറ്റേഴ്സായി പൂക്കളുമായും കടന്നു വരുന്നു. കൂടാരയോഗ സെക്രട്ടറിമാരും പൂക്കളുമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. തൊട്ട് പുറകിലായി 14 കൂടാരയോഗ വാർഡുകളിലെ പ്രസിഡന്റുമാർ മാതാവിന്റെ തിരുസ്വരൂപം വെച്ചുകൊണ്ട് വരുന്നതാണ്. അതിന്റെ പുറകിൽ നമ്മുടെ ബഹുമാനപ്പെട്ട DRE, തൊട്ട് പുറകിൽ നമ്മുടെ PRO, അതിന്റെ പിന്നിൽ നമ്മുടെ ട്രസ്റ്റിമാർ, അവരുടെ പിന്നിലായി 1 വർഷത്തെ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കൺവീനർമാർ, അതിന്റെ പുറകിലായി നമ്മുടെ ജൂബിലി ആഘോഷങ്ങളുടെ ജൂബിലി തിരിയുമായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനും, അതിന് പിന്നിൽ ജൂബിലിയിൽ നമ്മുടെ ഇന്നത്തെ മുഖ്യ കാർമ്മികൻ കൂടിയായ ബഹുമാനപ്പെട്ട അങ്ങാടിത്തി പിതാവും നമ്മുടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ദീപബലിയിൽ ഹൃദയം നിറയെ നന്ദിയുടെ വികാരത്തോടെ അതിശ്രേഷ്ഠമായി ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. ഈ ദേവാലയവും പരിശുദ്ധ മറിയവും നമുക്ക് ദേവാലയത്തിന്റെയും സവിശേഷ അടയാളങ്ങളായി ഇന്നും നിലകൊള്ളുകയും പ്രിയമുള്ളവരെ കൈ നിറയെ കാഴ്ചകളുമായി തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന്
നമ്മെ തന്നെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയർപ്പകരൊപ്പം ബലിയായിടാം, ബലവാന സ്തുതി പാടിടാം. മാനവർക്കായി ജീവനെ നൽകി മഹത്തരമാകും ഈ ബലിവേദിയിൽ ആ പുണ്യസ്മരണയിൽ അനുരഞ്ജിതനായി അർപ്പിതരാകാം കൂദാശയിൽ.
Please be seated. ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി നമ്മെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന നമുക്കെപ്പോഴും സമീപസ്ഥനും പ്രിയങ്കനുമായ നമ്മുടെ ജൂബിലി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറായ ബഹുമാനപ്പെട്ട സുനിയച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. അഭിവന്യ പിതാവേ, സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഈ ഹൂസ്റ്റണിൽ ക്നാനായ കത്തോലിക്ക മിഷൻ ആരംഭിച്ചിട്ട് 24 വർഷം പൂർത്തിയായി 25ാമത്തെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദേവാലയം വെഞ്ചരിച്ചതിൻ്റെ 9ാമത്തെ വർഷം പൂർത്തിയാകുന്നു. 10ാമത്തെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ 2 വാർഷികങ്ങളും സംയുക്തമായി നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ക്രാന്തദർശിയായ മൺമറഞ്ഞുപോയ അഭിവന്യ കുന്നശ്ശേരി പിതാവിൻ്റെ ദീർഘവീക്ഷണത്താൽ ഈ ഹൂസ്റ്റൺ പ്രദേശത്ത് ക്നാനായ കത്തോലിക്ക മിഷൻ ആരംഭിക്കണമെന്ന പിതാവിൻ്റെ സ്വപ്നത്തിൽ നിന്നും പിതാവ് മേലെടുത്ത് അച്ഛനെ വിട്ട് ഇവിടെ ഹൂസ്റ്റണിൽ മിഷൻ ആരംഭിച്ചതിൻ്റെ 25ാമത്തെ വർഷത്തിലേക്കാണ് നാം പ്രവേശിക്കുക. 1996 ജനുവരി 6-ാം തീയതി ഹൂസ്റ്റണിൽ ഔദ്യോഗികമായി ക്നാനായ കത്തോലിക്ക മിഷൻ ആരംഭിക്കുവാൻ ഹൂസ്റ്റൺ ഗാലോസ്റ്റൺ രൂപത അനുവദിക്കുകയും അങ്ങനെ ഔദ്യോഗികമായി ഈ മിഷൻ ആരംഭിച്ചതിൻ്റെ ജൂബിലിയാണ് നാം ഇന്ന് തുടക്കം കുറിക്കുക. അതോടൊപ്പം തന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രാർത്ഥനയും അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഇവിടെ മനോഹരമായ ഒരു ദേവാലയം 2011 നവംബർ മാസം 5-ാം തീയതി വെഞ്ചരിക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിന്റെ 10ാമത്തെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടു കൂടിയായിരിക്കാനാണ് നാം ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കുക. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഈ ദേവാലയത്തിനും മിഷനും വേണ്ടി അധ്വാനിച്ച, കഷ്ടപ്പെട്ട, സഹനങ്ങളിലൂടെ കടന്നുപോയ, സംഭാവനകൾ നൽകിയ എല്ലാ പൂർവികരെയും നമ്മൾ ഓരോരുത്തരെയും അനുസ്മരിക്കാൻ വേണ്ടിയും അവരെ ആദരിക്കാൻ വേണ്ടിയും ദൈവത്തിന് നന്ദി പറയാനും ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഉപവിപ്രവർത്തനങ്ങൾ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഈ ജൂബിലി ആഘോഷിക്കുക. ഏറ്റവും ഭയഭക്തിജനകമായ ഈ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഉയരട്ടെ. ദൈവം ഈ ഹൂസ്റ്റൺ ജനതയ്ക്ക് നൽകുന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയട്ടെ. എല്ലാ പൂർവികരെയും, മൺമറഞ്ഞുപോയ പൂർവികരെയും, ഇതിനു പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും നമുക്ക് ഈ ബലിവേദിയിൽ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം പൂർണ്ണമാകുന്നത് ഇന്നത്തെ ബലിയർപ്പിക്കുവാനും വിശുദ്ധ ബലിയർപ്പിച്ച് സന്ദേശം നൽകുവാനും ഈ ജൂബിലി വർഷത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുവാനുമായിട്ട് കടന്നു വന്നിരിക്കുക നമ്മുടെ അഭിവന്യ മാർ ജേക്കബ് അങ്ങാടിയത്ത് പിതാവാണ്. വളരെ ശാന്തനും സൗമ്യനും എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്ന വ്യക്തിത്വത്തിന് ഉടമയും പ്രാർത്ഥനയിൽ അധിഷ്ഠിതവുമായ എളിമ നിറഞ്ഞ ഒരു പിതാവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. ക്നാനായ ജനതയ്ക്ക് വേണ്ടി അഭിവന്യ പിതാവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും എല്ലാം ക്രമീകരിക്കാനും വളരെ സന്തോഷത്തോടെ അഭിവന്യ പിതാവ് തയ്യാറാകുന്നു. ഈ ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്യുവാൻ
ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അഭിമന്യ പിതാവ് ആ ക്ഷണം സ്വീകരിക്കുകയും 29-ാം തീയതിയാണ് നാട്ടിൽ നിന്ന് ഒരു മാസത്തെ യാത്ര കഴിഞ്ഞ് വന്നത്. അതിന്റെ ക്ഷീണമൊന്നും വകവയ്ക്കാതെ നമ്മുടെ അടുക്കൽ ഇന്നലെ തന്നെ എത്തുകയും ഈ വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഈ ജൂബിലി ഉദ്ഘാടനം ചെയ്യാനുമായി കടന്നു വന്ന അഭിമന്യ പിതാവിനെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. ഈ ജൂബിലിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് എങ്കിലും ഔദ്യോഗികതയുടെ പേരിൽ ജൂബിലി കമ്മിറ്റി അംഗങ്ങളെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും കൂടാരയോഗ ഭാരവാഹികളെയും അതുപോലെ പള്ളിയുടെ ഓഫീഷ്യൽസിനെ എല്ലാവരെയും ട്രസ്റ്റിമാരെയും പ്രത്യേകമായിട്ട് ഈ തിരുക്കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ ദേവാലയത്തിന്റെ ഓരോ ഇഷ്ടികകളും ഓരോ മണത്തരികളും നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനവും കഷ്ടപ്പാടും കണ്ണുനീരും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണെന്ന് ഏവർക്കും അറിയാം. നിങ്ങൾ സമർപ്പിച്ച ഓരോ സമർപ്പണവും ദൈവ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോൾ ഇതൊരു വലിയ ദൈവത്തിന്റെ ആലയമായിട്ട് മാറി. തീർച്ചയായിട്ടും നിങ്ങളില്ല എങ്കിൽ ഈ ദേവാലയമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആരാധനാ സമൂഹം ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി ദേവാലയം മാറ്റുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിച്ചവരുണ്ട്, കഷ്ടതകൾ സഹിച്ചവരുണ്ട്, സംഭാവനകൾ നൽകിയവരുണ്ട്, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാവരെയും ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ജൂബിലി ആഘോഷങ്ങളുടെ തിരുക്കർമ്മങ്ങളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവ തിരുസന്നിധിയിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജൂബിലി വർഷത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയുമെന്നേ
ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞാൻ കർത്താവായ ദൈവമേ, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും അവൻ വഴി കൃപയും സത്യം പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കർത്താവ് മഹാപുരോഹിതനുമായി ശംസിക ഫലമേൽപ്പിച്ച ഈ ദൈവരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വരത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ പരിശുദ്ധിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്ന അന്ധകാരം നടക്കുകയില്ല എന്ന് അരുളിച്ചത് കർത്താവ് ഈ ആരാധന സമൂഹത്തിൻ്റെ നമ്മുടെ ഇടവകയിലെ ജീവനും പ്രകാശമായിരിക്കട്ടെ. ദൈവം ആദ്യം സൃഷ്ടിച്ചത് പ്രകാശമാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് യാത്രയിൽ ദൈവജനത്തിന് പ്രകാശസ്തംഭമായി പ്രത്യക്ഷപ്പെടുന്ന ദൈവം വീണ്ടും പുതിയ നിയമത്തിൽ നാം കാണുന്നത് നിത്യവെളിച്ചത്തിലായിരിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായുടെ പ്രതീകമായ ജൂബിലി തിരി അഭിവന്ദ്യ പിതാവ് ഇപ്പോൾ തെളിക്കുകയാണ്. ഈ പ്രകാശം ജൂബിലി വർഷം മുഴുവൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും പ്രകാശിപ്പിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ
സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നിശ്ചിതമാഞ്ഞുള്ള ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സ്വരത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സദൃഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 25-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ജൂബിലി വർഷം. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് നിങ്ങൾ ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരി വള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് നിങ്ങൾക്ക് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. എൻ്റെ സഹോദരരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 61 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. വിമോചനത്തിൻ്റെ സദ്വാർത്ത. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബധിരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും.
നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയിക്കും. പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയെടുക്കുന്നവരും ആകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുകയും അമ്പരമനവരതും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദാനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും നീ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. A reading from Paul's second letter to the Corinthians, chapter 4, verses 6 to 12. Bless me, Lord. For God, who said, "Let light shine out of darkness," has shone in our hearts to bring to light the knowledge of the glory of God on the face of Jesus Christ. But we hold this treasure in earthen vessels, that the surpassing power may be of God and not from us. We are afflicted in every way, but not constrained, perplexed, but not driven to despair, persecuted, but not abandoned, struck down, but not destroyed, always carrying about in the body the dying of Jesus, so that the life of Jesus may also be manifested in our body. For we who live are constantly being given up to death for the sake of Jesus, so that the life of Jesus may be manifested in our mortal flesh. So death is at work in us, but life in you. This is the word of God. Praise be to Christ our Lord. മനസാകും വയലിൽ
നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവേ ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മോശയുടെ നിയമമനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ഇതാകട്ടെ, ആദ്യം പിറക്കുന്ന ആൺകുട്ടി കർത്താവിന്റെ പരിശുദ്ധന് വിളിക്കപ്പെടണമെന്നാൽ കർത്താവിന്റെ നിയമത്തിൽ എഴുതപ്പെട്ടുള്ളതനുസരിച്ചും ഒരു ജോഡി ചിങ്ങാരികളെയോ 2 പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്ന് കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചുമാണ്. ജെറുസലേമിൽ ശമീൻ എന്ന പേരുള്ളവരുണ്ടായിരുന്നു. അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിരുന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിന് ശിശുവായ ഈശോയെ മാലാഖമാർ കൊണ്ടുവന്നു. അപ്പോൾ ശിമയോൻ അവനെ കൈകൾ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ നിന്റെ ദാസനെ നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനത്തിന്റെയും മുൻപിൽ നീ ഒരുക്കിയിട്ടുള്ള നിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുവല്ലോ. അത് യാതൊരു വെളിപാടിന്റെ പ്രകാശം നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമാണ്. അവനെ കുറിച്ച് പറഞ്ഞു കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളത്തിനുമായി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടാൻ വേണ്ടി നിന്റെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഫനുവേലിന്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്ന പ്രവാചി ഇവിടെ ഉണ്ടായിരുന്നു. അവൾ വയോവൃദ്ധിയായിരുന്നു. കന്യാപ്രായം മുതൽ 7 വർഷം വിവാഹിതയായി ജീവിച്ചു. 84 വയസ്സുള്ള ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാവുകളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധിച്ച് കഴിയുകയായിരുന്നു. അവൾ ആ സമയം മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട സുനീഷൻ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, ഇവിടെ ഹ്യൂസ്റ്റണിലെ Houston Knanaya മിഷൻ രൂപീകൃതമായതിൻ്റെ 25ാം വാർഷികത്തിലേക്കും ഒപ്പം ഈ ദേവാലയം ഉദാശിച്ചതിൻ്റെ 10ാം വാർഷികത്തിലേക്കും പ്രവേശിക്കുന്ന ഈ സ്വർഗീയ നിമിഷത്തിൽ നമ്മെല്ലാവരും ഒരുമിച്ച് കൂടി ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നതോടൊപ്പം വരും കാലങ്ങളിൽ അവിടുന്ന് നമ്മെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാനും കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ ജീവിതയാത്ര വിശ്വാസം വളർത്തിക്കൊണ്ട് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മെ പ്രാപ്തരാക്കണമെന്ന് ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്ന അവസരമാണ് ഈ പരിശുദ്ധ കുർബാന. ഇന്ന് നാം ഈ 2 വലിയ സംഭവങ്ങൾക്ക് ആരംഭം കുറിക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയം പരിശുദ്ധമ്മയുടെ ഒരു തിരുനാളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നാം പ്രത്യേകം അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധമ്മയുടെ ശുദ്ധീകരണ തിരുനാൾ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചതിൻ്റെ ഓർമ്മയും കൂടി ഫെബ്രുവരി മാസം 2-ാം തീയതി സഭ എല്ലായിടത്തും ആഘോഷിക്കുകയാണ്. ഇന്ന് സംഗതിവശാൽ ആ ഫെബ്രുവരി 2-ാം തീയതി ആയിരിക്കുകയാണ്. ഒപ്പം ഈ ആണ്ടിൻ്റെ പ്രത്യേകത ഇന്നലെ പത്രത്തിൽ കാണിച്ചതുപോലെ 0-2-20-20 എല്ലാം 2 പൂജ്യങ്ങൾ മാത്രമായിട്ട് തീരുന്ന ഒരു പ്രത്യേക അവസരം കൂടിയാണ്. അങ്ങനെ മുഹൂർത്തത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുന്ന നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാനും നമ്മുടെ ഹൃദയങ്ങളെ ഒരുമിച്ച് ചേർത്ത് കർത്താവിൽ ഉയർത്തുവാനും ഇന്ന് തമ്പുരാൻ നമുക്ക് കൃപ നൽകിയിരിക്കുന്നു.
നമ്മുടെ കുർബാനയുടെ ആരംഭത്തിൽ നാം നടത്തിയ ആഘോഷമായ ആ പ്രൊസഷൻ വളരെ ക്രമീകൃതമായിരുന്നു. അതിൽ 25 പെൺകുട്ടികൾ അവരവരുടേതായ ഫസ്റ്റ് കമ്മ്യൂണിയൻ ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വെള്ള വസ്ത്രങ്ങളഞ്ഞ് അവർ തിരികളുമായിട്ട് മുമ്പിൽ പോന്നു. പിന്നീട് 10 ആൺകുട്ടികൾ അവർ 10ാം വാർഷികത്തിന് അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ തിരികളുമായിട്ട് പോയിട്ട് വന്നു. പിന്നെ നമ്മുടെ ഇടവകയിലെ വിവിധങ്ങളായ ഉത്തരവാദിത്വം വഹിക്കുന്ന വോളണ്ടിയേഴ്സ് എല്ലാവരും അണിനിരന്നു. ഏറ്റവും പിന്നിലായിട്ട് ഡെസ്റ്റിനേഷൻ ഈ ജൂബിലി വർഷത്തിൻ്റെ തിരി വഹിച്ചുകൊണ്ട് കടന്നു വരികയും അതിവിടെ ഇപ്പോഴും നമ്മൾ കുർബാന മധ്യേ കത്തിച്ച് ഔദ്യോഗികമായ രീതിയിൽ ജൂബിലി വർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഫോർമലായിട്ടുള്ള ഒരു തിരക്കിൽ കൂടി കുർബാന ശേഷം മീറ്റിംഗിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഓർക്കുന്നു. ഏതായിരുന്നാലും ഇങ്ങനെ അനുഗ്രഹീതമായ രീതിയിൽ ഇടവക മുഴുവനും ഒന്നായി ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലും മധ്യസ്ഥതയിലും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമായി നയിക്കുവാൻ ഈ പരിശുദ്ധമ്മ നമുക്ക് തന്ന ഈശോയിലേക്ക് നമ്മെ തന്നെ വളർത്തുവാനും ആ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പ്രണയ സമുദായം മുഴുവനിലും നമ്മുടെ രൂപത മുഴുവനിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ വായനകളൊക്കെയും ഇതിനോടനുബന്ധമായ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ വായനയിലെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചു. ലേവ്യരുടെ പുസ്തകത്തിലുള്ള വായനയിൽ ജൂബിലിയിലെ ആഘോഷത്തെ പറ്റിയുള്ള വിവരണമാണ് നമ്മൾ ശ്രമിച്ചത്. 50ാം വർഷത്തെയാണ് മഹാജൂബിലി വർഷമായിട്ട് പഴയ നിയമത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളതെങ്കിലും അതിൻ്റെ പകുതിയായി 25 നമ്മൾ ഇന്ന് സാർവത്രികമായ ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. പലപ്പോഴും 50ൻ്റെ ജൂബിലിയിലേക്ക് എത്ര പേര് എത്തിയൊന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചരിത്രഗതിയിൽ 25 കൂടി ജൂബിലി വർഷം വിടാതിരിക്കാൻ സമൂഹം തയ്യാറായിട്ടുള്ളത്. 25ൻ്റെ നിറവിലേക്കാണ് ഇവിടെ മിഷൻ രൂപീകൃതമായതിൻ്റെ 25ൻ്റെ പൂർണ്ണതയിലേക്കാണ് നമ്മൾ കടന്നു വരിക. ഇവിടെ ആൾക്കാരെ 25 പൂക്കൾ കൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേവാലയം ഗോദാസത്തിൻ്റെ 10ാം വാർഷികത്തിലേക്ക് കൂടി നമ്മൾ കടന്നു വരുന്നു. അത് ഇവിടെ പൂക്കൾ കൊണ്ട് മനോഹരമായി ചിത്രീകരിച്ചിട്ട് നമ്മുടെ ഓർമ്മയിൽ നമ്മൾ എപ്പോഴും ഉണ്ടാകുവാൻ, കുർബാനയെ സംബന്ധിക്കുമ്പോൾ എപ്പോഴും ഓർക്കുവാൻ ഈ 25 10 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. These two numbers placed on the altar, number 25 and number 10, remind us of the Jubilee year into which we enter as its beginning of this Knanaya Catholic mission in Houston, as well as the 10th year, reminding us of the consecration of this particular church for the glory of God and for the public worship. ഈ 2 മഹാസഭകളെ കോർത്തിണക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാളിലും ഈശോയുടെ ദേവാലയ സമർപ്പണ തിരുനാളിലും ഒന്നിച്ച് ചേർത്ത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. 2ാമത്തെ വായനയിലെ ഏശയ്യായുടെ പുസ്തകത്തിലുള്ള വായനയിലെ 61ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടു. നമ്മളെയൊക്കെ എന്തിനായിരിക്കുന്ന ഈശോയുടെ ജീവിതത്തിന് പൂർത്തീകൃതമായ ദൈവികമായ ലക്ഷ്യം നമ്മളിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ, അടിമകൾക്ക് മോചനം നൽകുവാൻ, ബന്ധിതരെ വിമോചിക്കുവാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം ഈശോയ്ക്ക് സിനഗോഗിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ ആ ഭാഗം ലഭിക്കുകയും ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഇത് പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അതിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. അതേ സന്ദേശമാണ് ഇന്ന് ഈ ജൂബിലിയുടെ ആരംഭിക്കുന്ന നമ്മളിലേക്കും കർത്താവ് കൊണ്ടുവരിക. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ, അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, കർത്താവിൻ്റെ സ്വീകാര്യ വത്സരം പ്രസംഗിക്കുവാൻ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നിയുക്തരായിരിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ വിളി എന്ത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത്. കർത്താവിന് സ്വീകാര്യമായ വത്സരം, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുന്ന ഒരു സമൂഹമായിട്ട് വളരുവാൻ വേണ്ടി ദൈവജനത്തെ ഒരുക്കുവാൻ പ്രവാചകന്മാർ അയക്കപ്പെട്ടതുപോലെ ഇന്നത്തെ സമൂഹത്തിലേക്ക് പ്രവാചക ദൗത്യമായിട്ട് അയക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കേരളത്തിൽ ജനിച്ച് വളർന്ന് പ്രായപൂർത്തിയിലെത്തി ജോലിസാലൊക്കെ പ്രവേശിച്ച ശേഷമാണ് നമ്മളധികം പേര്, മുതിർന്നവരായ അധികം പേര് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മളാരും ഇവിടെ വരുമെന്ന് നേരത്തെ കൂട്ടി കാലയെ കൂട്ടി നമ്മൾ ജനിച്ച അവസരത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ വളർന്ന അവസരത്തിൽ നമുക്ക് ആർക്കും വിഭാവനം ചെയ്യാൻ സാധിച്ചിട്ടിരുന്നില്ല.
സമയത്തിൻ്റെ ഇവിടെ തമ്പുരാൻ്റെ പ്ലാനനുസരിച്ച് നമ്മളിവിടെ ഇങ്ങോട്ട് അയക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നിവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, കുടുംബ സാഹചര്യങ്ങൾ, അനുഗ്രഹീതമായ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഇടവക സമൂഹം, നമ്മുടെ ജോലി സാഹചര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട്, ദൈവം നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി മാത്രം സന്തോഷിക്കുവാനോ ആനന്ദിക്കുവാനോ ആഹ്ലാദിക്കാൻ വേണ്ടി മാത്രമല്ല. അതൊക്കെ ചെയ്യാം, നല്ലത് തന്നെ. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കൂടെ കടന്നു ചെല്ലുവാനും മറ്റുള്ളവർക്ക് ലഭ്യമാകേണ്ട ആ സൗകര്യങ്ങൾ കൂടി എത്തിച്ചു കൊടുക്കുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ നന്ദി കുറിക്കുന്ന ഒരു അനുഭവമാണ് ഈ ജൂലൈ വർഷത്തിൽ 10 വീടുകൾ കൂടി വച്ചു കൊടുക്കുന്ന നാട്ടിൽ പാവപ്പെട്ടവർക്കുള്ള 10 കുടുംബ വീടുകൾ കൂടി നിർമ്മിച്ചു കൊടുക്കുവാനും നിങ്ങളുടെ പരിശ്രമം ഞാൻ മനസ്സിലാക്കുന്നു. സ്നേഹിച്ചത് സൂചിപ്പിക്കുകയുണ്ടായി. ഏതായിരുന്നു അതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് വളരുവാനും മറ്റുള്ളവരിലൂടെ നമ്മുടെ തന്നെ വളർച്ച സാധിക്കുവാനും ദൈവം നമ്മെ ഉപയോഗിക്കുകയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുക. ഇവിടെ ഏതേ നാട്ടിൽ വരെ സോഷ്യൽ സർവീസ് സൊസൈറ്റികളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏതായിരുന്നാലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഈ ഇടവകയും വളരെ നിർലാഭമായ രീതിയിൽ, സമൃദ്ധമായ രീതിയിൽ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് അറിയുന്നതിലേറെ സന്തോഷമുണ്ട്. ജൂബിലിയിലെ സന്ദേശം അതാണ്. ദേവിയുടെ പുസ്തകത്തിൽ നാം കേട്ടതാണ്. എല്ലാവർക്കും എല്ലായിടത്തും സാഹോദര്യവും സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ കൂടാതെ അത് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ സൗകര്യവും കിട്ടുന്ന, സാമ്പത്തികമായ സ്വസ്ഥയിലേക്ക് വരുന്ന സമത്വമുള്ള ഒരു സമൂഹം. അതാണ് ജൂബിലി മത്സരത്തിൻ്റെതായിട്ട് പുസ്തകത്തിൽ ബൈബിളിൽ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. അങ്ങനെ നമ്മൾ സ്നേഹത്തിൻ്റെ സഹോദരി കൂട്ടായ്മയിലേക്ക് വളരുന്നു, നമ്മൾ ദൈവത്തിലേക്ക് വളരുന്നുവെങ്കിൽ ഒപ്പം തന്നെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് വളർത്തുകയും അങ്ങനെ ഉയർത്തുകയും ചെയ്യുന്നു. നാം ഒരു സമൂഹമായിട്ട് വരുന്നു. ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല, സമൂഹമായിട്ടാണ്. കുടുംബമായിട്ടും ഇടവകയായിട്ടും സഭയായിട്ടും ഒക്കെ വളരുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ആ രീതിയിൽ വളരാൻ നമുക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി ജൂബിലി അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്ന് ഇങ്ങനെ വളരുക, അതാണ് ഇന്നത്തെ ഈ തിരുനാളിൻ്റെ പ്രത്യേകത. സുവിശേഷ വായനയിലെ വിശുദ്ധരുടെ സുവിശേഷത്തിനുള്ള ഭാഗം നമ്മൾ ശ്രമിച്ചു. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗം, ഒപ്പം പരിശുദ്ധീകരണ വിളംബത്തിൻ്റെ ഭാഗം. ഇത് രണ്ടും ഔദ്യോഗികമായ ഫോർമാലിറ്റി അനുസരിച്ച് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പരിശുദ്ധി അമ്മയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്നും വിശുദ്ധിയായിരുന്നു, അമലോത്ഭ്യത ഏറ്റവളാണ്. പക്ഷേ പാപത്തിൻ്റെ കര യാതൊന്നുമില്ല. എങ്കിലും ശുദ്ധീകരണ കർമ്മത്തിൻ്റെ അഹോദ പാരമ്പര്യം അനുസരിച്ചുള്ള ആ കർമ്മവിധികൾ വിധേയമായി തീരുവാൻ അവൾ മനസ്സാകുന്നു. ഈശോ ദൈവപുത്രനായിരുന്നു. അവിടത്തേക്ക് പ്രത്യേക കോൺസെൻട്രേഷൻ്റെ ആവശ്യമില്ല, സമർപ്പണത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും ദേവാലയം സമർപ്പണമെന്നുള്ളത് യഹൂദ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് 40-ാം ദിവസം ഈശോ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. അപ്പോൾ നിയമങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പരിശുദ്ധയമ്മയും ഈശ്വരനെയും വിധേയമായി തീർന്നുകൊണ്ട് സമർപ്പണത്തിൻ്റെ മനോഭാവത്തിലേക്ക് പാരമ്പര്യങ്ങളോട് ചേർന്ന് നിന്ന് ഒപ്പം പുതിയ നിയമത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാനുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുകയാണ്. പാരമ്പര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സമുദായം നമ്മുടെ സമുദായത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തനിമയിൽ വളരണം, ഒരുമയിൽ വളരണം, താഴ്ചയിൽ വളരണം. പുതിയ ആദർശങ്ങളൊക്കെ നമ്മുടെ ഈ ജൂബിലി മത്സരത്തിൻ്റെ ആദർശവാക്യങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നല്ലത് തന്നെ. ആ തനിമയും ഒരുമയും ഒക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് വളരുമ്പോഴേ അത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ സമൂഹമായിട്ട്, കുടുംബമായിട്ട്, ഇടവകയായിട്ട്, സഭയായിട്ട് വളരുവാനുള്ള ആ വിളി നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ ശ്രവിക്കാം. വിശുദ്ധിയിലുള്ള വളർച്ചയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് വ്യക്തിപരമായ വിശുദ്ധിയുണ്ട്, കുടുംബത്തിൻ്റെതായ വിശുദ്ധിയുണ്ട്, ഇടവക സമൂഹത്തിൻ്റെതായ വിശുദ്ധിയുണ്ട്, നമ്മുടെ ജോലിസ്ഥലം സാമുദായികമായ സാമൂഹ്യമായ വിശുദ്ധിയുണ്ട്. ഈ എല്ലാ തലങ്ങളിലേക്കും നമ്മുടേതായ കൈകൾ എത്തിച്ചേരണം, നമ്മുടേതായ സാന്നിധ്യം കൊണ്ട് നിറയണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തന്നെ സന്തോഷ സമാധാനം എപ്പോഴാണ് അനുഭവപ്പെടുക? ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴേ, സഹോദരോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ്. എപ്പോഴാണ് നമുക്ക് കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടുക? ദൈവത്തിൽ നാം അകലുമ്പോഴേ, സഹോദരങ്ങൾ നമ്മൾ അകലുമ്പോഴാണ്.
ഇത് മനസ്സിലാക്കാൻ അധികം ശാസ്ത്രത്തിൻ്റെ പഠനമൊന്നും ആവശ്യമില്ല. നമ്മുടെ കൊച്ചു മനസ്സാക്ഷിയിലേക്ക് കടന്നാൽ മതി. നമ്മൾ അസ്വസ്ഥരായിത്തീരുന്നു, അവിടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ തകർച്ച വരുന്നു. നമ്മൾ അസ്വസ്ഥരായി അനുഭവപ്പെടുന്നു, നമ്മൾ മറ്റുള്ളവരുടെ ബന്ധങ്ങളിലെ പാളിച്ചകൾ വരുന്നു. ക്ഷമിക്കാൻ തയ്യാറാകാത്ത, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകുമ്പോഴേ അവിടെ അസ്വസ്ഥതകളാണ്, കലുഷിതമായ അന്തരീക്ഷമാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്, ആരോടും യോജിക്കാത്ത അവസ്ഥയിലേക്ക് വരുന്നു. എന്നാൽ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോഴേ, സ്നേഹിക്കാൻ തയ്യാറാകുമ്പോഴേ, എല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോഴേ അവിടെ സഹോദര്യമുണ്ട്, സന്തോഷമുണ്ട്, വളർച്ചയുണ്ട്, ഉയർച്ചയുണ്ട്, ആഹ്ലാദമുണ്ട്. ഈ ഒരു സന്ദേശം നമ്മൾ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളുവാനും അത് വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. ആഹ്ലാദങ്ങളിലെ ആഘോഷങ്ങളിലെയും പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ഇവിടെ നമുക്കറിയാം. കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും വളരെ മനോഹരമായി നടപ്പിലാക്കുന്ന കാര്യത്തിലും. എന്നാൽ അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം കൂടുതൽ ആകർഷകമായിട്ട് അനുഭവപ്പെടുന്നത് നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വ്യാപകമായി എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ആരും മാറി നിൽക്കാൻ ഇടയാകാതെ, ആരെയും മാറ്റി നിർത്താൻ ഇടയാകാതെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ആ സാമുദായികമായ വളർച്ചയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുക. പരിശുദ്ധിയും ശുദ്ധീകരണവും ഈശോയുടെ ദേവാലയ സമർപ്പണവും. ആ ഈശോയുടെ നമ്മൾ തന്നെ ശുദ്ധീകരിക്കപ്പെടണം. കാരണം നമ്മളൊരു പരിസ്ഥിതിയെ പോലെയല്ല, നമ്മളൊക്കെ പാപികളാണ്, പാപത്തിൽ ജനിച്ചവരാണ്. അങ്ങനെ പാപികളായി നമുക്ക് വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്, അനുദിന വിശുദ്ധീകരണം ആവശ്യമുണ്ട്. അങ്ങനെ അനുദിന വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ഈശോയോടൊപ്പം യാത്ര ചെയ്യുവാൻ, വിശ്വാസ യാത്ര ചെയ്യുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈശോയെ ദേവാലയം സമർപ്പിച്ചതിൻ്റെ ഓർമ്മ. നമ്മളൊക്കെ ദേവാലയം സമർപ്പിക്കപ്പെട്ടവരാണ്. നമ്മുടെ സമർപ്പണം നമ്മളൊക്കെ തീരെ ശിശുക്കളായ ദിവസം നമ്മെ ദേവാലയത്തിൽ മാമോദീസായ ഉപദാശ സ്വീകരിക്കുക വഴി ദേവാലയത്തിൽ കൊണ്ടുവന്നത് നാം ആരും മുതിർന്നവരും ഓർക്കില്ല. കാരണം നമ്മൾ തീരെ ശിശുക്കളായിരുന്നു. പക്ഷേ അത് പിന്നീട് പറഞ്ഞ് കയറ്റും ഫോട്ടോ കയറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഓർമ്മയിൽ വരുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ദേവാലയത്തിൽ നമ്മൾ സമർപ്പിതരാണ്. തുടർന്നുള്ള ഉപദാസികളുടെ സ്വീകരണങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണം ദേവാലയത്തിൽ നമ്മെ നമ്മുടെ ഇവരുടെ മാതാപിതാക്കൾ അണിയിച്ചൊരുക്കി കൊണ്ടുവന്ന് സമർപ്പിച്ചതാണ്. ഈശോയെ നമ്മൾ സ്വീകരിച്ചതാണ്. സ്ഥൈര്യമുള്ള ഉപദാശയിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി നമ്മൾ രൂപാന്തരപ്പെടും. നമ്മൾ സമർപ്പിതരാണ്. വിവാഹം ഉപദാശയ്ക്ക് വേണ്ടി നിങ്ങൾ അൾത്താരയുടെ മുമ്പിൽ നിന്നപ്പോഴേ അതിലൂടെ ദൈവം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊള്ളാവുന്ന പ്രതിജ്ഞ സ്വീകരിച്ചപ്പോഴേ നിങ്ങൾ ആ സമർപ്പണം നവീകരിക്കുകയാണ് ചെയ്തത്. പൗരോഹിത്യത്തിലൂടെ ഞങ്ങളും സന്യാസികളുടെ സിസ്റ്റേഴ്സും ഒക്കെ ഈ രീതിയിലുള്ള സമർപ്പണത്തിൻ്റെ വഴിയിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. ദൈവത്തിനുള്ള സമർപ്പണം അത് വ്യക്തിപരമായി സമർപ്പിക്കുന്നു, കുടുംബങ്ങളായിട്ട് സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ വീടുകളും ഉദാശ ചെയ്തിട്ടുള്ളതാണ്. ബെഞ്ചരിക്കാതെ ആരെങ്കിലും ഏതെങ്കിലും പുതിയ വീട്ടിൽ താമസമാക്കി ഞാൻ കരുതുന്നില്ല. അത് നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാണ്. എത്ര ആഘോഷമൊന്നുമില്ലെങ്കിലും കയറി താമസിക്കുന്ന മുമ്പ് അച്ഛനെ വിളിച്ച് വീട് ഉദാശിക്കുക, വീട് വെഞ്ചരിക്കുക. അതിനുശേഷം അവിടെ താമസം നമ്മൾ തുടങ്ങുന്നുള്ളൂ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തിനായിട്ട് നമ്മുടെ ഭവനത്തെ ഒരുക്കി കൊടുക്കുന്ന, ദൈവത്തിൻ്റെ ആലയമായിട്ട് അതിനെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അത് നമ്മുടെ സമർപ്പണത്തിൻ്റെ കൂട്ടായ രീതിയിലുള്ള സമൂഹത്തിൻ്റെ കുടുംബം എന്ന രീതിയിലുള്ള സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായ രീതിയാണ് ഇവിടെ ഇടവക ദേവാലയത്തിൻ്റെ കൂദാശ. ഏറ്റവും മനോഹരമായ രീതിയിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ നിർവഹിച്ചു. അത് മറ്റൊരു കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ ഓഫ് ദ ചർച്ച്, ദേവാലയ സമർപ്പണം. ആ ദേവാലയ സമർപ്പണം എന്ന് പറയുമ്പോൾ ആൾക്കാരെ വിശുദ്ധ ഇലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ദേവാലയത്തിൽ 4 ഭിത്തികൾ വിശുദ്ധ ഇലകളിൽ ഉപയോഗിക്കുന്നുണ്ട്, അനുവാദന ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രതീകാത്മകമായിട്ട് ചെയ്യുമ്പോൾ ഈ ദേവാലയത്തിലുള്ള സകലതും, ഈ ദേവാലയത്തിൽ വരുന്നവരും ഇത് പ്രാർത്ഥിക്കുന്നവരുമായി എല്ലാവരും ആ കോൺസെൻട്രേഷൻ, ഈ സമർപ്പണത്തിന് ഭാഗവാക്കുകളായി തീരുകയാണ്. അങ്ങനെ നമ്മൾ മുഴുവനും ആരാധനാ സമൂഹം മുഴുവനും ദൈവത്തിന് സമർപ്പിതമായി തീരുന്ന ഒരവസ്ഥ. അതിൻ്റെ അനുഷ്ഠാനമാണ് ഓരോ ഞായറാഴ്ചകളും വളരെ പ്രത്യേകമായ രീതിയിൽ നമ്മൾ ഒരുമിച്ച് കൂടി പരിശുദ്ധ അർപ്പിക്കുമ്പോൾ നമ്മൾ സാധിക്കുക. നമ്മൾ ഒരിക്കലും ദേവാലയം ഗോദാശയിൽ നമ്മൾ മുഴുവനെ സമർപ്പിച്ചതുപോലെ ഓരോ ആരാധനയിലും ഞായറാഴ്ചകൾ നമ്മൾ ഒന്നിച്ചുകൂടി ആരാധിക്കുമ്പോൾ ആ സമർപ്പണം നമ്മൾ നവീകരിക്കുകയാണ്. നമ്മൾ ആരും അന്യരല്ല,
നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ഒരേ ആരാധന സഹോദരി അംഗങ്ങളാണ്, ഒരേ വിശ്വാസ അംഗങ്ങളാണ്, ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈശോയുടെ മാംസരക്തങ്ങൾ സ്വീകരിച്ച് വളരുന്ന പ്രിയപ്പെട്ട ദൈവജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, രാജീയ പൗരോഹിത്യമുള്ള ജനമാണ് എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന അവസരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ നമ്മൾ വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും സഭയായിട്ടും ഇടവകയായിട്ടും ഒക്കെ സമർപ്പണം നടത്തിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ വാർഷികമാണ്, അല്ലെങ്കിൽ 10ാം വാർഷികവും 25ാം വാർഷികവും ഒക്കെ ആഘോഷിക്കുമ്പോഴേ ഈ സമർപ്പണത്തിൻ്റെ കാര്യം നമ്മൾ വിട്ടുപോകരുത്. നമ്മൾ ദൈവത്തിന് സമർപ്പിതരാണ്. നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്, ദൈവത്തിന് സമർപ്പിതമാണ്. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളതിൻ്റെ കാര്യസ്ഥന്മാരാണ്, കൈകാര്യം ചെയ്യുന്നവരാണ്. സ്റ്റുവേഴ്സ് ഓഫ് ദി മിസ്റ്ററീസ് ഓഫ് ഗാഡ്. ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരായിട്ടാണ് നമ്മെ എല്ലാവരും ആക്കിയിരിക്കുക. നമുക്ക് എത്രത്തോളം ആ കാഴ്ച ഉണ്ടായിരിക്കുന്നു നമുക്ക് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കുന്നിടത്തോളം മാത്രം പറഞ്ഞിരിക്കാനേ പറ്റുകയുള്ളൂ. അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നിടത്തോളം കാര്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യസ്ഥതയുടെ കണക്ക് കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഏറ്റവും വിശ്വസ്തയോടുകൂടി നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെയും നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെയും നമ്മുടെ ഇടവക ജീവിതത്തിൻ്റെയും നമ്മുടെ സമുദായ ജീവിതത്തിൻ്റെയും നമ്മുടെ സഭ മുഴുവൻ്റെയും ജീവിതത്തിൻ്റെയും കണക്ക് നമ്മൾ ദൈവസേനയിൽ അർപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനുതകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒറ്റപ്പെട്ടവനല്ല, ഒറ്റപ്പെട്ടവളല്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയോഗത്തോട് ചേർന്ന് നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കട്ടെ. ഈ 10ാം വാർഷികത്തിൻ്റെയും 25ാം വാർഷികത്തിൻ്റെയും ഒക്കെ ഓർമ്മ നമ്മെ കൊണ്ടുവരുന്നത് ഈ സമർപ്പണത്തിലേക്കാണ്. ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അങ്ങനെ മറ്റുള്ളവരിലൂടെ വളരുന്ന ദൈവിക ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മൾ നമ്മിലേക്ക് തന്നെ വളരാനല്ല, മറ്റുള്ളവരിലേക്ക് വളരുക. ആരാണ് ഏറ്റവും നേതൃത്വത്തിൻ്റെ ഭാഗം ആർക്കാണുള്ളത് ചോദിച്ചാൽ മറ്റുള്ളവരോട് ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നേതൃത്വത്തിലേക്ക് വരിക. ഒത്തിരി ആൾക്കാരെ പറ്റി നമുക്കറിയാം. മഹാത്മജി ഇന്ന് ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് ജീവിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹം മഹാത്മാവായിട്ട് ആദരിക്കപ്പെടുന്നു. മദർ തെരേസ ഇന്നും ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിച്ചതുകൊണ്ട് അവൾ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. നമ്മുടെ സഭയിൽ ഓരോ വിശുദ്ധിയിലെയും ജീവരാധ കൊണ്ടുവരുന്നുണ്ട്. എന്തിന് നമ്മുടെ തന്നെ പ്രിയപ്പെട്ട മൺമറിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാരൊക്കെയും അവരൊക്കെ ഇന്ന് ജീവിക്കുന്നത് അവരൊക്കെ നമുക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ടാണ്. നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ കൃതജ്ഞതയിലൊക്കെ അവർ ജീവിക്കുകയാണ്. അവർ ഓർക്കത്തിടത്തോളം കാലം അവർ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുകയാണ് ചെയ്യുക. അവരെ മറക്കാൻ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ ഓർക്കും. കാരണം അവരിലൂടെയാണ് നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി ഓർമ്മകളുണ്ട്, ഒത്തിരി സ്നേഹം പങ്കുവെക്കാറുണ്ട്. അതിൻ്റെയൊക്കെ നിറവിലേക്കാണ് ഇതുപോലുള്ള ആരാധന സംഭവങ്ങളിലൂടെ നമ്മൾ 10ാം വാർഷികമോ 25ാം വാർഷികമോ 50ാം വാർഷികമോ ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ കടന്നു വരുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ദൈവത്തിന് സമർപ്പിതരാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടി നമ്മൾ ദൈവത്തിന് സമർപ്പിതരാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ ഇടവയ്ക്കും, നമ്മുടെ സഭയ്ക്കും, നമ്മുടെ സമുദായത്തിനും ഉതകുന്ന രീതിയിൽ, പ്രയോജനകരമാകുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിലേക്ക് പരിശുദ്ധി അമ്മ നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഈ അമ്മയുടെ ശുദ്ധീകരണ തിരുനാളിൻ്റെ ദിവസത്തിൽ, ഈശോയുടെ ദേവാലയ സമർപ്പണ തിരുനാളിലെ ഈ അവസരത്തിൽ നമുക്കും നമ്മെ തന്നെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ സംരക്ഷണം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ലഭിക്കട്ടെ. പരിശുദ്ധമ്മയുടെ സംരക്ഷണം നമ്മുടെ എല്ലാ വ്യക്തി ജീവിതത്തിലും നമുക്ക് അനുഭവമായി തീരട്ടെ. നമ്മളേവരെയും പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് വളർന്നതുപോലെ, അല്ലെങ്കിൽ ഈശോയെ നമുക്ക് തന്നതുപോലെ നമുക്ക് നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ജീവിതം തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ നമ്മുടെ തന്നെ കുടുംബങ്ങൾ നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനൊപ്പം യേശുപിതാവിൻ്റെയും സഭയിലെ സകല വിശുദ്ധരുടെയും സംരക്ഷണവും മധ്യസ്ഥയും നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ആ രീതിയിൽ നമ്മുടെ ഈ ദശവത്സര ആഘോഷവും അതുപോലെ തന്നെ രജത ജൂബിലി ആഘോഷവും
അനുഗ്രഹിച്ച് തീരുവാൻ ഇടയായതിനു വേണ്ടി നമുക്ക് കൂടുതൽ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും അതിൻ്റെ വിവിധങ്ങളായ പരിപാടികളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്ന രീതിയിൽ അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ പങ്കാളിത്തത്തിൽ വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതിനുവേണ്ട ദൈവകൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ദൈവങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സകല വിശുദ്ധ പരിശുദ്ധമ്മയുടെയും വിശുദ്ധപിതാവിൻ്റെയും നമസ്കാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥയിലും സംരക്ഷയിലും നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ വന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഈ ഇടവക ദേവാലയത്തിൻ്റെ 10ാം വാർഷികവും ക്നാനായ മിഷൻ്റെ 25ാം വാർഷികവും ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇത്രയും കാലം ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി വർഷത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവയെല്ലാം അങ്ങയുടെ മഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും കാരണമാക്കണമെന്നും ഇതിൻ്റെ വിജയത്തിനായി അധ്വാനിക്കുന്നവരെയും സഹായ സഹകരണം നൽകുന്നവരെയും അനുഗ്രഹിക്കണമെന്നും തനിമയും കൊള്ളുന്ന താതിന് വളർവാനുള്ള അവസരമാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആധ്യാത്മിക കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തിൽ സേവനം ചെയ്ത എല്ലാ വൈദികരെയും അൽമായ സഹോദരങ്ങളെയും വികാരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും ദേവാലയ ശുശ്രൂഷികളെയും എല്ലാ കുടുംബങ്ങളെയും രോഗികളെയും വേദനിക്കുന്നവരെയും വേദപാഠ വിദ്യാർത്ഥിനികളെയും ഭക്തസംഘടനകളെയും പള്ളി കമ്മിറ്റി അംഗങ്ങളെയും ജൂബിലി കമ്മിറ്റി അംഗങ്ങളെയും ഈ ഇടവകയിൽ സേവനം ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ സഭയെ സ്വർഗീയ ഭവനത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാനെയും മാർ മാത്യു മെത്രാപ്പൊലീത്തയും മാർ ജോസഫ് മെത്രാനെയും മാർ ജോയ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനായ സമൂഹത്തെ മുഴുവനും പ്രത്യേകിച്ച് ജ്ഞാനായ റീജിയനിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമെന്നും സഭയോടും സമുദായത്തോടും ചേർന്ന് നിന്നുകൊണ്ട് തനിമയിലും ഒരുമയിലും വളർന്ന് വിശ്വാസ നിറവിൽ എത്തിച്ചേരാൻ ദൈവജനത്തെ അനുഗ്രഹിക്കണമെന്നും ഈ ഇടവകയിൽ നിന്നും മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവധികം വേലക്കാർ ചുരുക്കം ആകിയാൽ നിങ്ങൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ അരുൾ ചെയ്ത ഈശോനാഥ, അങ്ങയുടെ മുദ്രത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ തീഷ്ണതയുള്ള യുവതിയാക്കന്മാരെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവീയ ജീവൻ ഞങ്ങൾക്ക് നൽകുന്ന കർത്താവെ, ഈ ആധ്യാത്മിക കൂട്ടായ്മയിൽ നിന്നും കൂദാശകൾ സ്വീകരിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും വിശുദ്ധ കൂദാശകൾ യോഗ്യതയോടുകൂടി സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായ മനുഷ്യനായി അവതരിക്കുകയും മാമോദീസ വഴി നിന്റെ മഹത്വം നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ദരകാലത്തിൽ നിങ്ങൾ ആത്മാവിന്റെ പലദാനങ്ങളാൽ നിറയട്ടെ. മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കാനും സകലത്തിന്റെയും നാഥായി നയിക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈപ്പിനെ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തങ്ങളിലുമായ വിജുവിന്റെ താജകനമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമാകുന്നതായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവിയുടെ കയ്യൊപ്പടി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അംഗീകാരണ്യതിരകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരെ ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളോട് വർഷിക്കുകയും ചെയ്യണം.
അങ്ങനെ കാരുണ്യം അനുഗ്രഹങ്ങളെയും തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെയും. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും വന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ദോചരം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുകയും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യാനുമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവനെ ആരാധന മുതിരാകുകയും ചെയ്തവർ ഭക്തിയുടെ ശ്രദ്ധയുടെ വിശദാംശങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Divya Roha
സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികേയന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടും എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കൃപാലിന്റെ കരങ്ങൾ വഴിപൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാൽ ദേവദേശങ്ങളെ ശുശ്രൂഷകരാകുവാൻ ഇടയവരും ഭാവികരമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ആനന്ദ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. സഹോദരനെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നിറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. വൈവിധ്യജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാനേണ്ടി പ്രാർത്ഥിക്കുവാൻ നൽകുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാവിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താഴെപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ മക്കളിലേക്ക് കരങ്ങൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശയമെടുത്ത് പ്രതിജനാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഒരു ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും വിറകനരുമായ ദാസർ നിന്റെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വരെ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധിപതിച്ചു പോയി ഞങ്ങളെ സമർപ്പിക്കുകയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമനയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും മാർ ജോയി മെത്രാന് വേണ്ടിയും മാർ ജോസഫ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിൽ ഞങ്ങളുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവകനികാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധി സംവേദി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. വിവരകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശയായ അങ്ങയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ വിശ്വമെന്ന് യവലാര്യമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ന
മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധമാമോദീശാരി സജീവം ജീവദായകമായ താൽമദരിദ്രം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവിനും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേയും രഹനരും വിശുദ്ധരമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനമായ ശംശിഹായി പിതാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയം ഭയഭക്തിജനവും പരിശുദ്ധവും ജീവദായകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിസ്സന്തരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാലയിൽ അവിടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ളവരെ പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പിടിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാപകമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മകളുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയും ശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്റെ ശാന്തി സമാധാനം വളർത്തണമേ. സഭയിൽ രാഷ്ട്രീയ ഐക്യത്തിൽ സന്തോഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി വിധിച്ചെടുക്കുന്ന ജനതകളെ ചിത്രിക്കണമേ. വിനീതനും ദൈവത്തിനും സമാധാനപൂർവ്വം ശാന്തമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, ഞങ്ങളുടെ കാരണത്തിനൊത്തുവിധമനോട് തോന്നണമേ. അങ്ങയുടെ കാര്യം പാപമോചനമായി തിരിച്ചെടുക്കുകയും സുഗന്ധഭരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകും, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവനായ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ശംസിഹായേ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവം ജീവദായകമായി ഈ അപ്പം സ്വർഗത്തിൽ നൽകിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൻ സമ്മാനമാ ഭൂമിയിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജനിതാ, നിത്യജീവന്റെ അപ്പമിതാ. സ്വർഗീയ ഭോജനിതാ
ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തങ്ങളോടെ സമീപിക്കാം. ഹരിതാപത്തിലുള്ള ശബ്ദത്തോടെ അപരാധങ്ങളെ തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമ്മുടെ സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാര്യങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതയും ഈ സ്വർഗരാജ്യത്തെ സകല വിശുദ്ധരുടെ ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ യാത്രകളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാന ഹൃദയങ്ങളിൽ ശാന്തിയും വളർത്തണമേ. ഞങ്ങളുടെ നാമങ്ങൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ വലിയ വേനകളാക്കുകയും ജ്വലിക്കുന്ന അതങ്ങളുടെ ഞങ്ങൾ സ്വത്രമാക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കുരിശിങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ നിലവറ്റ മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലുള്ളവരുടെ സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കൃപാവരോടത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. പുറത്തുള്ളവര് അവിടെ തന്നെ നിന്നാൽ മതി. അങ്ങോട്ട് വിശുദ്ധ കുർബാനയുമായിട്ട് വരുന്നതാണ്.
അത് മുഴുവൻ ദൈവദാനമല്ലോ. എന്തെങ്കിലും നന്മയെന്നിലുണ്ടായ അത് മുഴുവൻ ദൈവദാനമല്ലോ. എല്ലാ മഹത്വവും തമ്പുരാനേ നിനക്കായി നൽകും എല്ലാ മഹത്വവും തമ്പുരാനേ നിനക്കായി നൽകും എന്നും എന്തെങ്കിലും നന്മയെന്നിലുണ്ടായാൽ അത് മുഴുവൻ ദൈവദാനമല്ലോ. മീട്ടുന്ന വീണയ്ക്കു മഹത്വമില്ല, മീട്ടും കരവിരുതാണു ശ്രേഷ്ഠം. മീട്ടുന്ന വീണയ്ക്കു മഹത്വമില്ല, മീട്ടും കരവിരുതാണു ശ്രേഷ്ഠം. പേരും പെരുമയും ഒന്നുമല്ല, ദൈവരാജ്യം ഭൂമിയിൽ വളർന്നിടണം. പേരും പെരുമയും ഒന്നുമല്ല, ദൈവരാജ്യം ഭൂമിയിൽ വളർന്നിടണം. എന്തെങ്കിലും നന്മയെന്നിലുണ്ടായാൽ അത് മുഴുവൻ ദൈവദാനമല്ലോ. ലോകമൊന്നായെന്നെ നല്ലവനായി ചൊല്ലിയാലും ഞാൻ ധന്യനല്ല. ലോകമൊന്നായെന്നെ നല്ലവനായി ചൊല്ലിയാലും ഞാൻ ധന്യനല്ല. ദൈവം എന്നാത്മം ചേർത്തു വച്ച് മകനേ എന്ന് വിളിച്ചാൽ മതി. ദൈവം എന്നാത്മം ചേർത്തു വച്ച് മകനേ എന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലും അത് മുഴുവൻ ദൈവദാനമല്ലോ. എല്ലാ മഹത്വവും തമ്പുരാനേ നിനക്കായി നൽകും എന്നും. എന്തെങ്കിലും നന്മയുണ്ടായാൽ അത് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും
മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർക്കുകയും അവിടുത്തെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുകാരാക്കുകയും ചെയ്തുവല്ലോ. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും ആത്മാവിനാ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവീക ജീവനെ ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമ്മുടെ ജൂബിലി മത്സരം ആരംഭിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് ജൂബിലി പ്രാർത്ഥന ചൊല്ലുകയാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, നിങ്ങളുടെ ആത്മീയ ഭൗതികമായ വളർച്ചയ്ക്കായി ഇവിടെ സ്ഥാപിച്ച മിഷന്റെ ജൂബിലിയും ദൈവാലയത്തിൻ്റെ 10ാം വാർഷികം ആചരിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവെ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം വഴിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരകളിൽ നിന്നാണ്, സകലവും അങ്ങയുടേതാണ് എന്ന് തിരുവചനത്തിലൂടെ അരുളി ചെയ്തതുപോലെ ഞങ്ങൾ കരുതുന്ന ഈ ദേവാലയം അവിടുത്തെ വലിയ ദാനമാണല്ലോ. ഈ മിഷൻ സ്ഥാപിച്ചെന്നവരെയും ദേവാലയത്തിനെ പരിശ്രമിച്ചിട്ട് ശുശ്രൂഷയിലെ കടന്നുപോയ വൈദികരെയും സമർപ്പിതരെയും ആത്മായ സഹോദരങ്ങളെയും നന്ദിയോടെ സമർപ്പിക്കുന്നു. ഈ ജൂബിലി വർഷത്തിൽ ഇടവകയുടെ ആധ്യാത്മിക വളർച്ചയും കൂട്ടായ്മയും വർദ്ധിക്കുവാനായി ഞങ്ങൾ നടത്തുന്ന എല്ലാ പരിപാടികളും അങ്ങേ പരിപാടിയുടെ തലയിൽ വിജയിപ്പിക്കാനായി ഞങ്ങളെല്ലാ കുടുംബങ്ങളും സഭയോടും സമുദായത്തോടും ചേർന്ന് ദൈവഹിതത്തോടൊത്ത് വളരാൻ അനുഗ്രഹിക്കണമേ. അർപ്പിക്കപ്പെട്ട എല്ലാ ബലികളുടെയും പ്രാർത്ഥനകളുടെയും യോഗ്യതയോടെ ചേർത്ത് വെച്ച് ഞങ്ങളെയും ലോകയെയും കുടുംബങ്ങളെയും വരുന്ന തലമുറകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞവരുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു.
എല്ലാവരും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. വാഴസ്ഥലത്തിലെ കുടുംബങ്ങളെ കൊണ്ടുപോകാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ രൂപവും ഒപ്പം തിരികളും ആശീർവദിക്കുന്ന പ്രാർത്ഥനയാണ് എല്ലാം. വിശുദ്ധരെ സംപ്രീതനായി വസിക്കുകയും വിശുദ്ധിയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ രൂപം അവിടുന്ന് ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങൾ ഈ രൂപത്തിൻ്റെ മംഗൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സവിശേഷ സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധരായി ജീവിക്കുവാനും പരിശുദ്ധരുടെ അങ്ങേ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ലോകമുതലുള്ള സമസ്തവും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച പരമകാലികനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ വസ്തുക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. അങ്ങനെ ഇഷ്ടാനുസരണം അത് ഉപയോഗിക്കുന്നവർക്ക് ഐശ്വര്യവും സമാധാനം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും.
ഏതാനും കാര്യങ്ങൾ അറിയിക്കട്ടെ. നമ്മുടെ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് അഭിമന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള കുർബാന സമാപിച്ചു. അഭിമന്യ പിതാവിന് ഔദ്യോഗികമായിട്ട് പിന്നീട് നന്ദി പറയും. എങ്കിലും ഒറ്റ വാക്കിൽ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ നാളെ മുതൽ 3 നോമ്പ് ആരംഭിക്കുകയാണ്. നമ്മുടെ കടുത്തുരുത്തി ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് ഉയർത്തിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് ഒരു ദേവാലയത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി. അതായത് ഇവിടുത്തെ ബസിലിക്ക എന്നൊക്കെ പറയുന്ന പദവിയാണ് ലഭിച്ചിരിക്കുക. ചരിത്രമുറങ്ങുന്ന ആ ദേവാലയത്തിന് ക്നാനായക്കാരുടെ ചരിത്രത്തിലും ഇടം തേടിയതിന് ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ ഈ ദേവാലയത്തിൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് 3 നോമ്പിനോടനുബന്ധിച്ചുള്ള പുറത്ത് നമസ്കാരം നടത്തുന്നതാണ്. അതിന് സ്പോൺസേഴ്സ് ആകാൻ താല്പര്യമുള്ളവർ ഈ ദിവസങ്ങളിൽ തന്നെ പേര് കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് ഉച്ച കഴിഞ്ഞ് 1:30 ദൈവഗർഭം ബൈബിൾ ക്വിസ് നമ്മുടെ പള്ളിയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയവർക്ക് 80% മുകളിൽ മാർക്ക് കിട്ടിയവർ ആണ് പരീക്ഷ എഴുതുവാൻ യോഗ്യതയുള്ളവർ. കൃത്യം 1:30 തന്നെ പരീക്ഷ ആരംഭിക്കും. അതുകൊണ്ട് അതിനുള്ളവർ അതിന് തയ്യാറായിട്ട് വരാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ദേവാലയത്തിൽ 12 മണിക്കൂർ ആരാധനയുണ്ട്. സാധിക്കുന്നവരെല്ലാം ഈ ആരാധനയിൽ സംബന്ധിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ ജൂബിലിയോടനുബന്ധിച്ചുള്ള ജൂബിലി കിറ്റ് നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലേക്ക് തന്നയക്കുന്നതാണ് ഇന്നേ ദിവസം. അപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കൊണ്ടാണ് പോകേണ്ടത്. സാധാരണഗതിയിൽ നിങ്ങൾ പള്ളിയിലേക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുവരികയുള്ളൂ. പള്ളിയിൽ നിന്ന് തരുന്ന സാധനം സ്വീകരിക്കാതെ പോകരുതെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ഇതിന് ശേഷം ഒരു അരമണിക്കൂർ എടുക്കുകയുള്ളൂ. അതിനുശേഷം വാർഡ് തിരിച്ചാണ് നമ്മൾ ഈ കിറ്റ് വെച്ചിരിക്കുക. അതായത് വാർഡ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും നിങ്ങൾക്ക് തരും. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് കിറ്റ് സ്വീകരിക്കുക. ഈ കിറ്റിനകത്ത് തിരിയുണ്ട്, അതുപോലെ തന്നെ കലണ്ടറുണ്ട്, പ്രയർ കാർഡുണ്ട്. ഇപ്പം നമ്മൾ ചൊല്ലിയ പ്രയർ കാർഡുണ്ട്. പിന്നെ കൂപ്പണും നിങ്ങളുടെ കയ്യിൽ തന്നുവിടും. അതുകൊണ്ട് ആരും അത് നിഷേധിക്കരുതെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അഭിമന്യ പിതാവ് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂപ്പൺ ഇറക്കുവാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഉണ്ടാകണം. ഒരു കുടുംബത്തിന് ഒരു ബുക്കാണ് തന്നുവിടുക. 5 കൂപ്പൺ അടങ്ങിയ ബുക്ക്. അതിൽ ഒരു കൂപ്പണ് $100 അങ്ങനെ $500. സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ട് അതിൻ്റെ കൗണ്ടർ ഫോയിലും എമൗണ്ടും ഇവിടെ തിരിച്ചേൽപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കത് വിൽക്കുകയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ 75% മുകളിൽ നമ്മൾ അതിന് ചാരിറ്റി പ്രവർത്തനത്തിനാണ് ചെയ്യുക. നാട്ടിൽ വേദന അനുഭവിക്കുന്ന 10 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്ന പദ്ധതിയാണ്. അതിന് താല്പര്യമുള്ളവരെല്ലാവരും ഇവിടെ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളും എടുക്കണം. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കൂപ്പൺ തരുന്നതാണ്. നിങ്ങളും അതിൽ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതാത് വാർഡുകാരുടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ 1-ാമത്തെ വാർഡിൽ സെന്റ് അൽഫോൻസ, സെന്റ് ക്രിസ്റ്റഫർ, സെന്റ് തെരേസ ആ കൗണ്ടറിൽ, അതുപോലെ സെന്റ് ആന്റണി, സെന്റ് സേവിയർ 2-ാമത്തെ കൗണ്ടറിൽ, സെന്റ് ആന്റണി ആൻഡ് സെന്റ് സേവിയർ ഇവിടെ, സെന്റ് സ്റ്റീഫൻ ആൻഡ് ഹോളി ഫാമിലി ഇവിടെ, സെന്റ് ജൂഡ് ആൻഡ് സെന്റ് ആൻസ് 5-ാമത്തെ കൗണ്ടറിൽ, 6-ാമത്തെ കൗണ്ടറിൽ സെന്റ് ജോർജ് ആൻഡ് സെന്റ് ജോസഫ്, 7-ാമത്തെ കൗണ്ടറിൽ സെന്റ് മൈക്കിൾ ആൻഡ് സെന്റ് തോമസ് ആൻഡ് ആവേ മരിയ. ഈ ഓർഡറിലായിരിക്കും നിങ്ങളുടെ കിറ്റുകൾ നൽകുക. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് മേടിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തിരി നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്
ഈ ജൂബിലി പ്രയർ ചൊല്ലുമ്പോൾ മാത്രം ആ തിരി കത്തിക്കുക. കാരണം ഒരു വർഷം ഈ തിരി വീട്ടിൽ കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാ ദിവസവും സന്ധ്യപ്രാർത്ഥന സമയത്ത് ആ തിരി കൊളുത്തിയതിന് ശേഷം ഈ ജൂബിലി പ്രാർത്ഥന ചൊല്ലുക. അങ്ങനെ നമ്മുടെ ഈ വർഷം പ്രാർത്ഥിച്ച് ഒരുങ്ങാനുള്ള ഒരു വർഷവുമായിട്ട് മാറട്ടെ. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗും കഴിഞ്ഞ് ഈ കിറ്റ് വാങ്ങി പുറത്ത് എല്ലാവർക്കും സ്നാക്സ് കരുതിയിട്ടുണ്ട്. ചായയും സ്നാക്സും അതുകൊണ്ട് സ്വീകരിച്ചിട്ട് എല്ലാവരും പോകാവുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രം അഭിമന്യ പിതാവിനോടൊപ്പം ഭക്ഷണത്തിനായിട്ട് ഊട്ടുമുറിയിലേക്ക് എല്ലാ പ്രോഗ്രാം കഴിഞ്ഞ് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ കൃതജ്ഞതാ ബലി സമാപിച്ചു. ഔന്നികമായ ഈ ഭാഗത്തിൽ നമുക്ക് നന്ദി പറയാം. കാനായ മിഷന്റെ 25ാമത് വാർഷികാഘോഷത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ, നമുക്ക് ദേവാലയം സ്വന്തമായതിൻ്റെ 10ാം വർഷത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുക. ജൂബിലി ആഘോഷങ്ങൾ എന്നും നമുക്ക് വിചിത്രത്തിൻ്റെയും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ചിന്തകളെയും ഒക്കെ സമയമാണ്. അഭിമന്യ പിതാവ് ഇവിടെ സൂചിച്ചതുപോലെ പരിശുദ്ധ മറിയത്തോട് മധ്യസ്ഥ വഹിച്ചുകൊണ്ട് നമുക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മോദ്യങ്ങളിൽ നമുക്ക് പങ്കുചേരാം. ഈ ലളിതമായ ഈ ദേവാലയം നടക്കുന്ന ഈ ചെറിയ മീറ്റിംഗിൽ നിങ്ങൾ മുഴുവൻ സമയവും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. First, we will have a welcome speech by Mr. Peter Charigot. Uncle is the Jubilee convener and the former diari. Uncle has played a key role in the formation of our church and mission. Uncle, please come forward. അങ്ങാടിക്ക് പിതാവേ, ബഹുമാനപ്പെട്ട വികാരി ഫാദർ സുനി പടിഞ്ഞാറക്കര, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ഇടവക അംഗങ്ങളെ, ഹ്യൂസ്റ്റൺ ഗ്നാനായ കാത്തലിക് മിഷന്റെ 2ാം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ മിഷന്റെ വളർച്ചയുടെ പാതയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. 90കളുടെ ആരംഭത്തിൽ ഹ്യൂസ്റ്റണിലെ ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു വൈദികന്റെ സേവനം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അഭിമന്യ കുന്നശ്ശേരി പിതാവിന്റെ നിർദ്ദേശപ്രകാരം 1994 നവംബർ 27 ബഹുമാനപ്പെട്ട മേലേടത്ത് ജോസഫ് അച്ഛൻ ഹ്യൂസ്റ്റണിൽ വരികയും മിഷന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഗാൽവെസ്റ്റൺ ഹ്യൂസ്റ്റൺ രൂപതയുടെ കീഴിൽ 96 ജനുവരി 6 ബിഷപ്പ് ജോസഫ് ഫിയറൻസ ഹ്യൂസ്റ്റൺ ജ്ഞാനായ കാത്തലിക് മിഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മേലേടത്ത് ജോസഫ് അച്ഛൻ സെന്റ് തോമസ് മൂർ പള്ളിയുടെ റെക്ടറിയിൽ താമസിച്ചുകൊണ്ട് ആ പള്ളിയിൽ നമുക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും 30ഓളം കുട്ടികൾക്ക് വേദപാഠ ക്ലാസുകൾ നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 98 സെപ്റ്റംബർ 1 മുതൽ 2006 ഡിസംബർ വരെ ബഹുമാനപ്പെട്ട മണപ്പുറത്ത് ജോസഫ് അച്ഛനും തുടർന്ന് 2010 ഡിസംബർ വരെ ബഹുമാനപ്പെട്ട ജെയിംസ് ചെരുവിലച്ഛനും ഈ മിഷന്റെ ഡയറക്ടർമാരായി സേവനമനുഷ്ഠിച്ചു. കമ്മ്യൂണിറ്റി സെന്ററിന്റെ പണി കഴിപ്പിച്ചത് മുതൽ വിശുദ്ധ കുർബാന വേദപാഠ ക്ലാസ് ഉൾപ്പെടെ മിഷന്റെ എല്ലാ ആവശ്യങ്ങൾക്കും കമ്മ്യൂണിറ്റി സെന്റർ ഉപയോഗിച്ചു പോന്നു. സ്വന്തമായ ഒരു ദേവാലയം എന്ന സ്വപ്നം ഈ സമൂഹ മനസ്സുകളിൽ വിത്ത് പാകി മുളപ്പിച്ചത് ജെയിംസ് ചെരുവിലച്ഛനാണ്. പള്ളി പണിയുവാനുള്ള പ്രാരംഭ നടപടികളെല്ലാം പൂർത്തിയാക്കി കമ്മ്യൂണിറ്റി സെന്ററിന്റെ പിന്നിലുള്ള സ്ഥലം വെഞ്ചരിച്ച് പള്ളി നിർമ്മിക്കുന്നതിനുള്ള ശിലാസ്ഥാപനം നടത്തിയെങ്കിലും നിർഭാഗ്യവശാൽ സിറ്റിയുടെ ഓഫീസിൽ നിന്നും കെട്ടിട നിർമ്മാണ പെർമിറ്റ് റദ്ദാക്കിയത് മൂലം ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിനിടെ പള്ളിപ്പണിയുടെ ആവശ്യങ്ങൾക്കായി ഏകദേശം $1 മില്യൺ സമാഹരിക്കുവാൻ സഹായിച്ചതിന് ശേഷം 2010 ഡിസംബറിൽ തന്റെ ചുമതലകളെല്ലാം ഫാദർ ജോസ് ഇല്ലിക്കുന്നുംപുറത്തിനെ ഏൽപ്പിച്ച് ജെയിംസ് അച്ഛൻ കേരളത്തിലേക്ക് മടങ്ങി. പള്ളി നിർമ്മാണ പെർമിറ്റ് റദ്ദാക്കിയ സാഹചര്യത്തിൽ മറ്റ് ഇടവകളിൽ ചെയ്തതുപോലെ നിലവിൽ പണി തീർന്ന ഒരു ആരാധനാലയം വാങ്ങുവാൻ തീരുമാനിക്കുകയും 2011 ജൂലൈയിൽ ഈ ദേവാലയം നമ്മൾ സ്വന്തമാക്കുകയും ചെയ്തു. 2011 നവംബർ 5 അഭിമന്യ മൂലക്കാട്ട് പിതാവിന്റെ സാന്നിധ്യത്തിൽ
അഭിനന്ദി അങ്ങാടി തിരുതാവ് ഹ്യൂസ്റ്റണിലെ ജ്ഞാനായ കത്തോലിക്കർക്കായി ഈ ദേവാലയം ദൈവത്തിന് സമർപ്പിച്ചു. 2.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് 100-ൽ താഴെ കുടുംബങ്ങളുമായി എളിയ രീതിയിൽ ആരംഭിച്ച നമ്മുടെ മിഷൻ ഇന്ന് 800-ൽ പരം കുടുംബങ്ങൾക്ക് ആത്മീയ അഭയകേന്ദ്രമായ ഫോറോന ദേവാലയമായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. സ്വന്തം ദേവാലയവും വൈദിക മന്ദിരവും സന്യസ്ത സഹോദരങ്ങളുടെ സേവനവുമെല്ലാം ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന സത്യം നാം വിസ്മരിക്കരുത്. ഈ വളർച്ചയുടെ പിന്നിൽ നിഴലായി പ്രവർത്തിച്ച അഭിനന്ദ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട മുത്തോളത്തച്ഛനെയും ഹ്യൂസ്റ്റൺ ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ സ്തുത്യർഹമായ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട മേലെടുത്ത് മാത്യു അച്ഛനെയും പിണർകയിൽ സജി അച്ഛനെയും മറ്റെല്ലാ വൈദിക സഹോദരങ്ങളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എന്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഹ്യൂസ്റ്റൺ ജ്ഞാനായ കത്തോലിക്ക ഇടവകയെ കൊറോണ തലത്തിൽ ഉയർത്തി എന്നതിലുപരിയായി വടക്കേ അമേരിക്കയിലെ ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിന്റെ എക്കാലത്തെയും ആഗ്രഹവും ആവശ്യവുമായ സ്വയംഭരണ സംവിധാനത്തിന്റെ ആദ്യപടിയായി ജ്ഞാനായ റീജിയൻ ജ്ഞാനായ ഫോറോനകളും അനുവദിച്ചു തന്ന അഭിമന്യ അങ്ങാടി പിതാവിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നമ്മുടെ മിഷന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും ദേവാലയത്തിന്റെ ദശാബ്ദി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അഭിമന്യമാർ ജയിക്കൽ അങ്ങാടി പിതാവിനെ നിങ്ങളേവരുടെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. 800-ൽ പരം കുടുംബങ്ങളെ കോർത്തിണക്കി ഈ സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫോറോന വികാരിയും ജൂബിലി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറുമായ ഫാദർ സുനി പടിഞ്ഞാറക്കരയെ നിങ്ങൾ ഏവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആഘോഷങ്ങൾക്ക് ആശംസകൾ നേരുവാൻ സന്നിഹിതനായിരിക്കുന്ന സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ബെന്നി പീഡികയിലിനെയും നമ്മുടെ ഇളം തലമുറയെ പ്രതിനിധീകരിച്ച് ഇന്നിവിടെ ആശംസകൾ അർപ്പിക്കുന്ന ചേർത്തലിൽ ജൂഡിനെയും നിങ്ങൾ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രജത ജൂബിലി ആഘോഷങ്ങൾ വിജയിപ്പിക്കുവാൻ നേതൃത്വം നൽകുന്ന മുൻ KCCNA പ്രസിഡന്റും ജൂബിലി കൺവീനറുമായ ശ്രീ ബേബി മണക്കുന്നേലിനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ കൂടാരയോ ഭാരവാഹികൾ എന്നിവരെയും നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി സഹകരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രേഷ്ഠ ആചാര്യ ശുശ്രൂഷയെ സമർപ്പണത്തിന്റെ ആഘോഷമായി മാറ്റിയ അജപാൽ അധ്യക്ഷൻ നിറഞ്ഞ ഇടയനാണ് അങ്ങയുടെ പിതാവ്. കാനായ സമുദായത്തോട് അങ്ങ് കാണിക്കുന്ന സ്നേഹം ഞങ്ങൾക്ക് വലുതാണ്. പിതാവെ, വരും കാലങ്ങളിൽ കാനായ സമുദായത്തിന് കൂടുതൽ ഉയർച്ച ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഉയർച്ച ഞങ്ങളുടെ ജൂബിലി വർഷത്തിന്റെ ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഭിനന്ദ പിതാവിനെ ഈ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ദീപം തെളിച്ചു. അതോടൊപ്പം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുക. For the candle lighting, along with our respected bishop, I would like to invite our respected and dearest father, Suni. Akshan is always here to help and guide us. Jubilee Tiril Ninum Katticha Prakashomai, 25 girls representing the mission and 10 boys representing the 10th year anniversary of our church. Program conveners, Mr. Peter Charigat and Mr. Baby Manakunel, church trustees, parish council secretary, parish secretary Stephen Uncle. As you all know, our sisters are the ones who deal with all of our parish functions. Now I would like to humbly call our beloved Sister Reggie. Please come forward. Our CCD, DRE, and our PRO. Please come forward to light the candles.
dear and well-known Father Stephen Herkele, the vicar of our foreign church, dear own sisters, parents, and my dear children. I'm not going to take too long for this now religious, since I have already delivered the homily during the Holy Kurbana to considerable length. Since I spoke at that time in Malayalam, I thought of putting a few words in English so that our youngsters also may understand me in a better way. Though they understand Malayalam to a great deal, still it is better to hear in their own language, though we are having our own, English formality as we come from India. Yes, my dear friends, hereby we are inaugurated the 10th anniversary celebration of our parish, as well as the 25th anniversary celebration of our mission. These two great events are combined today as we initiate this formal program. And all of us are witnesses to this particular event. And we have planned so many things for the coming year for this 10th anniversary, 25th anniversary Jubilee celebrations. And as I have been going through the calendar, which is printed just for this purpose, every month we are having special programs. Details of the programs will be presented right now, right after the inaugural address. So we will know what is going to happen during the whole year. And our active participation is invited for the growth, for the development of these programs, so that they may all help us to be one in heart and mind, thereby to build our faith community here as St.Mary Catholic Foreign Church of Houston Knanaya Church here. And of course, Jubilee celebration, as I said, is a joyful celebration to bring the common understanding that all of us are children of God. The freedom, the joy, and also the appreciation of each other are the hallmarks of Jubilee celebration. We are one in heart and mind. തനിമയിൽ ഒരുമയിൽ ഒന്നായിരിക്കുന്ന അവസ്ഥ. That is a particularity of this community, and let us uphold this principle as we celebrate, or as we are entering into the celebration of this Jubilee year of the establishment of our Knanaya Catholic mission here in Houston. Of course, the growth of the mission is realized as it is elevated to a parish when we are having a parish of our church of our own. That is a general criteria I have selected for establishing parishes in our St. Thomas Diocese of Chicago. As long as, until we have our own church, it will be called as a mission. Once we have our own church, then it will be elevated as a parish, as a church. And so here, this community, Houston community, has been elevated to the level of a parish 30 years ago with the formal consecration of this particular church, which has been provided by the grace of God for the use of our own worship, public celebrations of worship and social commitments. As we all know, the growth of the community has been marvelous since the beginning of the mission, and then especially through the establishment of this parish community. Regular faith formation program has been very helpful in the growth of this community. And I take this moment to congratulate all the priests who serve our community. Of course, Peter Churchill has mentioned all their names, and we gratefully acknowledge them with due gratitude. And we know it was not easy for any of them to serve this community. They had their share in the hard work and also in the sufferings and also the spirit of rivalry and all kinds of dissensions here. But
in spite of all this, we have survived all these situations, and now our community is growing smoothly. And of course, the fruits are really wonderful. And so I congratulate all the priests who served us, and also the leaders who took initiative to lead the community in different times, the parish council members, the parents, and all the officials, the daily servants, the volunteers, and all the family members. All of you deserve recognition, appreciation, and congratulations. So my dear friends, I really appreciate your tremendous sacrifice and generosity, and also the spirit of commitment to build up our faith community. And thus we are having now, as it was just reported, more than 800 families attending this church. I'm sure not all of them are here. If all of them were here, we could not hold them. But anyway, more than 800 families are in this Houston area of our community, and this has become the home for each and every family of our community. And as it has become our own home, it is our duty to keep it growing in different ways, manifold ways. Whatever way it needs to grow, yes, thus we have to build it up. Now this Jubilee year celebration, year-long celebrations, as Father Sunil and with his team has arranged various programs, let us all get together, participate vigorously, actively, so that our community may shed the light of joy and grace to everyone around the country here. Not only for the Knanaya community of our diocese here in Chicago diocese, but even to the St.Mary community and to the other communities all around. And that's why we have a duty, or we have a responsibility to reach out to the rest of the people, because we are a powerful, faithful community, graced by the Lord, blessed by the Lord, and thus let us build it up with all our heart, with all our mind, with all our soul. As the community is growing, of course, family is a basic unit. Each family has to be enriched, has to grow in faith and our values and systems. Our youngsters have to be formed after that manner. That's why we have the regular faith formation programs at the church. But faith formation program doesn't make any result unless the family cooperates with it. Because here we get only 1 hour, but the rest of the week and hours are the children with the family. Whatever is taught here has to be implemented or practiced at home. Only with the help of the parents, our faith can be transmitted to our coming generation. So always we turn to the family, look to the family. That is the mind of the church. If the Holy Father always reminds us, the 2 particular bishops here held in 2014 and 15 discussed the value of family, the struggles, the challenges of family, and the solutions. And we have the apostolic letter after these 2 meetings, published by our present Holy Father Pope Francis in Amoris Laetitia, the joy of love. And I would remind you, if possible, get a copy of that particular book and try to read and see what is the mind of the church in regard to the family. How we need to be family oriented and thereby to build our faith based in the family, then brought to the church, and then to the diocese, and then to the world at large. And also the young people are our hope and expectation and our future. In the very words of Pope Francis, they are not only the future, they are the present also. Because they are in our midst, I hope, in the community. And especially the Holy Father, after the Synod in 2018,
on youth, established a particular letter last year, 2019, Christus vivit. Christ is alive. That's a message to the young people of the whole world. And I would invite young people to get a copy of that particular booklet of the Pope, the apostolic letter of the Pope, and try to see what is the expectation of youth by the Holy Father and by the bishops of the Church, and how much we can contribute to build that. And of course, the children and the rest of the family members, all of us work together to build our family together, church together, and diocese as well as the whole universal church together. And so, the elements that help us to grow, first and foremost, is the prayer. That's the Jubilee prayer we already started. And it to be continued at home as well as in the church. The second aspect is the support given to the programs. Whatever programs have been envisioned and initiated, let us give wholehearted support and attend vigorously and make these programs successful. Then, third is reach out to the people beyond our present conditions. You know, here in America, here in Houston, then outside America, even in India, reach out to them so that our love may be spread. We are not a secluded community, we are reaching out community, extending our love of God to everyone else. So reaching out to the rest of the world, that's our charity work, building houses and things like that. All those charitable works will enable us. And finally, let us pray for vocations from our own community. To the priesthood, to the religious life, to the married life. Many times when we hear about the vocation, we may think about priesthood and religious life. No. The call to the family life is also a wonderful occasion. Our children and our young people, most of them get married, we all know that. And they have to find their own partners from our own community. That is our earnest wish and our ardent prayer. And let us make the atmosphere conducive to that, helpful to that spirit. Enable our children to grow in our own family, realizing our values, the faith values, and also the traditions of our particular community, and then thereby to enter into contact with members of our own community, helping them to marry from our community in that way. Promote that family relationship. Give importance to family. And then of course, pray for peace and for the religious. We need young candidates. You know, young men and young boys and young girls have to enter into priesthood or religious life so that the church must flourish everywhere. And we are having our own seminarians right now. We have started. Right now there are 12 seminarians for our diocese. And for girls' side, of course, from Knanaya community, one girl is from St.Mary, Montenegro is attending visitation congregation. And then others have to come up. Then about Angit is there from Houston in the Metro Seminary to Mandalay. And there's only very few, but we need more, and so pray for occasions. You know, the fruits, the occasions are the result of the growth of our community. As children get mature to get into married life or priesthood or whatever way, that shows the maturity. These are the fruits of our family, these are the fruits of our church. And let us bear good fruits for the Lord, so that the results will be lasting. That's what the Lord wants us to do. You know, He is sending us, I have given you or chosen you, so that you may bear good fruits and everlasting fruits. That's the way the Lord has told us in the Gospel of St. John. Anyway, let us keep these points in our heart and let us make every effort that this Jubilee 10th anniversary celebrations, as well as the Silver Jubilee celebration of our mission, be always grateful and joyful
and really God-given occasion to build our St.Mary's Houston Knanaya parish of Houston, a vibrant, growing, wonderful parish. With these words, I formally inaugurate these Jubilee celebrations as well as the 10th anniversary celebrations. Thank you and God bless you. Thank you, Bishop Mark Jacob Angadiad. For a brief description of our one-year agenda, I invite Mr. Baby Manakunel. Uncle is our Jubilee convener and our former KCCNA president. Uncle, please come forward. Good morning. അഭിനന്ദിതാവ് മാർ ജേക്കബ് അങ്ങാടിയത്, നമ്മുടെ ബഹുമാനപ്പെട്ട സുനിയച്ചൻ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ ഹൂസ്റ്റൺ നാനായ കാത്തലിക് മിഷൻ സ്ഥാപിച്ചിട്ട് 25ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദേവാലയം സ്ഥാപിച്ചിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 10ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനമാണ് ഇന്ന് ഈ ജൂബിലിയുടെ ഉദ്ഘാടനത്തോടുകൂടി നമുക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ പീറ്റർ ബെർത്തൻ സ്പീക്കർ പറഞ്ഞു, നമ്മൾ ഏതാണ്ട് 30 വിദ്യാർത്ഥികളുമായിട്ട് CC ക്ലാസ് ഈ മിഷന്റെ ആരംഭ കാലഘട്ടത്തിൽ തുടങ്ങി. എങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം, അഭിമാനിക്കാം, ഇപ്പോൾ ഏതാണ്ട് 600ഓളം കുട്ടികൾ നമ്മുടെ CC ക്ലാസ്സിൽ പഠിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ മനോഹരമായിട്ടുള്ള ദേവാലയം ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ ഇവിടുത്തെ ഇടഭാഗങ്ങളും അതുപോലെ തന്നെ ഇവിടെ സേവനമനുഷ്ഠിച്ച അച്ഛന്മാരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മളിൽ നിന്ന് കുറേ പേര് മാറിപ്പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജൂബിലിയുടെ ഉദ്ഘാടന വേളയിൽ അടുത്ത ഒരു വർഷക്കാലം ജനുവരി മാസം 17, 2021 സമാപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ പാരീഷ് കൗൺസിലും ബഹുമാനപ്പെട്ട സുനിയച്ചനും അതോടൊപ്പം തന്നെ ജൂബിലി കമ്മിറ്റിയും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ കിറ്റിൽ ആ കലണ്ടറിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ വിനിയോഗിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാം, നിങ്ങളെല്ലാവരും ഇവിടെ വന്നു. ആ വന്നു ചേരുമ്പോൾ നമുക്ക് താമസിക്കാനായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നു. ആ അപ്പാർട്ട്മെന്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കുക. ഒരു വർഷക്കാലം അല്ലെങ്കിൽ 2 വർഷക്കാലം നമ്മൾ ജോലി ചെയ്യുന്നു. ആ ജോലി എടുത്തതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഭവനം ഉണ്ടാകുന്നു. ആ ഭവനത്തിൽ നമ്മൾ താമസിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മോട്ടേജും കാര്യങ്ങളും കൊടുത്ത് ആ ഭവനം നമ്മൾ 10 അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് നമ്മൾ സ്വന്തമാക്കും. എങ്കിൽ നമ്മളോടൊപ്പം കേരളത്തിൽ ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ മഴ നനയാത്ത ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ആ കഷ്ടപ്പെടുന്നവരിൽ ഒരു 10 പേരെയെങ്കിലും സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ജൂബിലി വർഷം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. മദ്യപാനത്തിലൂടെ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകാം, കേസുകൾ നടത്തി കുടുംബങ്ങൾ തകർന്നു പോകാം, ബിസിനസ്സിൽ തകർന്നു പോകാം. എങ്കിൽ ഇതുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ല ചാരിറ്റി നൽകിക്കൊണ്ട് ഒരു കുടുംബം നശിക്കുന്നതായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ചാരിറ്റി കൊടുക്കത്തോടും നമുക്ക് നമ്മുടേതായ ജീവിത സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു വർഷക്കാലം പ്രവർത്തിക്കുമ്പോൾ 10 വീടുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുന്നതിനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിന് പല ഘടുക്കളായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. $15,000 കൊടുത്താൽ, ഒരു ഭവനത്തിനുള്ള $15,000 കൊടുത്താൽ നമുക്ക് നിശ്ചയമായിട്ടും ആ വീട് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. അതൊരു മെഗാ സ്പോൺസറായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഗ്രാൻഡ് സ്പോൺസർ $5,000 കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാൻഡ് സ്പോൺസർ ആകാം. അതുകൂടാതെ $2,500 കൊടുത്താൽ ഒരു സ്പോൺസർ ആകും. അങ്ങനെ വിവിധ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ 10 വീടുകളെയും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ നമുക്കറിയാം, ഇന്ന് ഈ കിറ്റിനകത്ത് 500
രൂപയ്ക്കുള്ള കൂപ്പണാണ് വെച്ചിരിക്കുന്നത്. ആരെയും നിർബന്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഈ കൂപ്പൺ എന്ന് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലമുണ്ട്, ആ ജോലി സ്ഥലത്ത് ഒരു കൂപ്പൺ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക. അതിൻ്റെതായുള്ള പണം അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച പോലെ സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് മുമ്പ് നമ്മളിവിടെ ഏൽപ്പിക്കുക. ഇനി കൂപ്പൺ കിട്ടിയതിന്റെ പേരിൽ നിസ്സാരമായി കാണരുത്. വിറ്റ കൂപ്പണും ആ ബാക്കിയുള്ള കൂപ്പണും വിറ്റ കൂപ്പണിന്റെ തുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള കൂപ്പണും നിങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും ഏൽപ്പിക്കണം. നമുക്ക് ഇതിന്റെ എല്ലാ കണക്കുകൾ വ്യക്തമായിട്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഈ സംരംഭം 10,000 രൂപ കൊടുത്തോ, 5,000 രൂപ കൊടുത്തോ, 2,500 അല്ലെങ്കിൽ 500 രൂപ കൊടുത്തോ ഈ സംരംഭം വിജയിപ്പിക്കുക. 10 പാവപ്പെട്ട വീടുകളെ നമുക്ക് സഹായിക്കുന്ന ഒരു അവസരമാണ് ഇവിടെ നമുക്ക് കൈവരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുറെ സമ്മാനങ്ങൾ, ഇതിന്റെ കൂപ്പൺ എടുക്കുമ്പോൾ സമ്മാനങ്ങളുണ്ട്. ആ സമ്മാനങ്ങൾ ഉദ്ദേശിച്ചല്ല, ഒരു ചാരിറ്റി ഉദ്ദേശിച്ചാണ്. എങ്കിലും ആകർഷകമായിട്ടുള്ള 10 സമ്മാനങ്ങൾ ഈ കലണ്ടറിന്റെ കൂപ്പണിന്റെ പുറകിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും നമ്മുടെ കൂട്ടായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. കഴിഞ്ഞ ഏതായാലും 15 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കമ്മിറ്റി കൂടി. ആ കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ ഇന്ന് പിതാവിന്റെ കയ്യിൽ നിന്ന് 2 ബുക്കുകൾ വീതം, 2 ബുക്കുകൾ എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ 2 കൂപ്പണാണ്. 1000 കൂപ്പൺ, 1000 രൂപയുടെ കൂപ്പൺ. ആ കൂപ്പൺ വാങ്ങിക്കുന്നതിന് കുറെ ആൾക്കാരെ കണ്ടെത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചു അത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, ഒരു 10-15 വരെ ഉണ്ടാക്കാം. അങ്ങനെ വന്നു നമ്പർ 15 എന്നുള്ളത് 25 കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ പറഞ്ഞു. അച്ഛൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ള ഒരു ആളാണ്. അങ്ങനെ പറഞ്ഞു ഒരു 50 പേരെ കണ്ടെത്തണം. എങ്കിലും ദൈവത്തിന്റെ സഹായം കൊണ്ട് ഇന്നലെ വൈകുന്നേരം വരെ 46 വരെ എത്തി. ഇന്ന് ആ നമ്പർ 1000 രൂപയുടെ 2 ബുക്ക് എടുക്കുന്ന ആ നമ്പർ 53 വരെ എത്തി എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു വർഷക്കാലത്ത് വിവിധ സെമിനാറുകൾ, വിവിധ മീറ്റിങ്ങുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെയുള്ള വേഷങ്ങൾ അണിയിച്ചുകൊണ്ട് നമ്മുടെ മാതാവിൻ്റെതായിട്ടുള്ള ഒരു ദിവസം ഒരു പ്രദർശനമായിട്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഏതാണ്ട് 165 രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നമ്മുടെ അമ്മ മഹാറാണിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു നല്ലൊരു പരിപാടി ഇവിടെ പ്രദർശനം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 1000 വിശുദ്ധന്മാരുടെ ജീവചരിത്രം, അത് ജീവചരിത്രം മുഴുവനായിട്ടല്ല, ഒരു ഹാഫ് പേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫെങ്കിൽ ആ പാരഗ്രാഫ്, അങ്ങനെ 1000 പേരുടെ കൈയെഴുത്ത് കോപ്പി, ഹാൻഡ് റൈറ്റിംഗ് കോപ്പി. അതോടൊപ്പം തന്നെ മാതാവിൻ്റെതായിട്ടുള്ള 1000 ഗാനങ്ങൾ, ഈ 1000 ഗാനങ്ങൾ എഴുതി അതും അതിൻ്റെ ഒരു കൈയെഴുത്ത് കോപ്പിയായിട്ട് നമ്മൾ ഇവിടെ സൂക്ഷിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പലവിധത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലങ്ങൾ നടക്കും. നമ്മുടെ എല്ലാവരെയും സഹകരണം ഉണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി സെന്റർ സ്ഥാപിച്ചു, പള്ളി സ്ഥാപിച്ചു. ആ പള്ളി ഫൊറോന ദേവാലയമായിട്ട് നമ്മൾ കൊടുത്തി. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ട് പ്രവർത്തനമാണ്. അടുത്ത ജാനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ $10,000 വെച്ച് 10 വീടുകൾ പണിയുന്നതിനുള്ള ഒരു നടപടി നമുക്ക് സ്വീകരിക്കാൻ നമ്മളെല്ലാവരും, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ സുനിയച്ഛനാണ്. സുനിയച്ഛന് എല്ലാ വിധത്തിലുള്ള തന്റെ ഇടവുമുണ്ട്. അദ്ദേഹം ഒന്ന് തീരുമാനിച്ചതിന് നടപ്പിലാക്കാൻ വളരെ പ്രശസ്തനാണ്. നമ്മുടെ ഈ നടപടി എല്ലാം സ്വീകരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ജൂലിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ 1-2 കാര്യങ്ങൾ അങ്ങാടിയിട്ട് ഇരിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 17-18 വർഷങ്ങളിൽ ഞാൻ KCCയുടെ പ്രസിഡന്റായിരുന്നു. ഈ കാലഘട്ടത്തിൽ ചിലർക്കൊക്കെ ഉണ്ട് അങ്ങാടിയത്ത് ജ്ഞാനായ കാര്യങ്ങൾ ജ്ഞാനായക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മുടെ ഈ സമുദായം, നമ്മളുടെ മുമ്പോട്ടുള്ള നമ്മുടെ മക്കളെ വളർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ 2018 നമ്മൾ പല സാഹചര്യങ്ങളിൽ പിതാവ് വഴിയും അല്ലാതെയും നമ്മൾക്കാട്ട് പിതാവും എല്ലാവരും വഴി പലവിധത്തിലുള്ള നിവേദനങ്ങൾ, ഒപ്പുകൾ നമ്മൾ റോമിൽ അയച്ചിട്ടുണ്ട്. എങ്കിൽ 17 അവസാനം റോമിൽ നിന്ന് ഒരു ലെറ്റർ നമുക്ക് കിട്ടാൻ സാധിച്ചു. അത് അങ്ങാടിയത്തിൽ പിതാവിന് കിട്ടി, നമ്മുടെ കോട്ടയം പിതാക്കന്മാർക്ക് കിട്ടി. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടേതായ ജന്മവും കർമ്മവും എന്നുള്ള നടപടിയായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ഓർഡറാണ് നമുക്ക് ലഭിച്ചത്. ഉടൻ തന്നെ അങ്ങാടിയത്തെ പിതാവും നമ്മുടെ പിതാക്കന്മാരുടെ കൂടി 2018 ജാനുവരി മാസത്തിൽ കാക്കനാട് വെച്ച് ആൽക്കേരി പിതാവിന്റെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് കൂടി. ഞാൻ വളരെ സന്തോഷപൂർവ്വം പിതാവിനെ എത്തിക്കൊണ്ട് പറയുകയാണ്, ആ മീറ്റിംഗിൽ പിതാവ് പറഞ്ഞത് റോമിൽ നിന്ന് എന്താ ഓർഡർ വന്നു കഴിഞ്ഞാലും അത് അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ ഇടയിൽ നടപ്പിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ എങ്ങനെ ഇന്നുവരെ അമേരിക്കയിൽ തുടരുന്നു,
ആ തുടർച്ച മുമ്പോട്ടും പോകുമെന്നാണ് പിതാവിനെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിതാവ് അന്ന് വളരെ ഭംഗിയായ രീതിയിൽ ആ മീറ്റിംഗിൽ സംസാരിച്ചത്. ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അങ്ങാടിന്റെ പിതാവുണ്ട്, നമ്മുടെ പിതാക്കന്മാരുണ്ട്, വികാരി ജനറലുണ്ട്, ജോയി വാചാച്ചറയുണ്ട്. ഇവരെല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് അങ്ങാടിന്റെ പിതാവ് വളരെ സന്തോഷപൂർവ്വം പറഞ്ഞത്. അത് ഞാൻ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ്. ഈ ജ്ഞാനായ മക്കളുടെ എല്ലാവർക്കുള്ള ആഗ്രഹവും ഈ സമയത്ത് അങ്ങാടിന്റെ പിതാവ് ചെയ്യും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഈ ഒരു ഓർഡർ കിട്ടിയതിന്റെ പേരിൽ ദുഃഖിച്ചിരുന്നു. എങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ഒരു തീരുമാനമെടുത്തു. KCCയുടെ നേതൃത്വത്തിൽ 3 ഡെലിഗേറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാര് അങ്ങാടിയുടെ പിതാവ് റോമിൽ പോയി ഈ നിവേദനം നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുമെന്ന ലക്ഷ്യത്തോടുകൂടി പോകാൻ തീരുമാനിച്ചു. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഒരു ദിവസം മുമ്പ് കേരളത്തിൽ നിന്ന് അമേരിക്കയിലെത്തിയ അങ്ങാടിയുടെ പിതാവ് നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ പിതാക്കന്മാരോടും KCCയുടെ ഡെലിഗേഷനോടൊപ്പം റോമിൽ പോയി ജ്ഞാനായക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള മീറ്റിംഗുകൾ കൂടിയതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഇതാരും ഇവിടുത്തെ അമേരിക്കയിലെ ജ്ഞാനായക്കാർ അറിയുന്നില്ല. ചുരുക്കം പേര് മാത്രമേ അറിയുന്നുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ അറിയിക്കുന്നതിന് നമ്മളാരും തയ്യാറാകുന്നില്ല. അവിടെ വാട്സപ്പ് വഴിയൊക്കെ ചില കാര്യങ്ങളുണ്ട്. എങ്കിൽ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KCCയുടെ ഒരു ലെറ്റർ ഇട്ടിരുന്നു. ആ ലെറ്ററിൽ റോമിൽ നിന്നുള്ള അതിന്റെ മറുപടി വന്നു. ആ മറുപടി ഞാൻ വാട്സപ്പിൽ വിട്ടിരുന്നു. അങ്ങാടിയുടെ പിതാവ് കണ്ടാണ്. നമ്മുടേതായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ട വിധത്തിലുള്ള നടപടികൾ ചെയ്യുന്നതിനും വേണ്ടിയുള്ള തീരുമാനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് താമസിക്കാതെ അത് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകത. ഇനി 2021 ജാനുവരി മാസം 17-ാം തീയതി ഇതിന്റെ സമാപന സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ അങ്ങാടിയുടെ പിതാവിന്റെ സാന്നിധ്യത്തില് ഒന്നുകിൽ കോട്ടയത്തെ അജപാലന അധികാരം ലോകത്തെ എല്ലായിടത്തേക്ക് സ്ഥാപിക്കുന്നുള്ള നടപടിയോ അല്ലെങ്കിൽ ജ്ഞാനായക്കാർക്ക് വേണ്ടി ഒരു പിതാവിന് ഒരു സഹായപത്രനെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി അങ്ങാടിയുടെ പിതാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, baby uncle. I would like to invite our newly elected HKCS president, Mr. Benny Petergale, to say a few words. അഭിവന്യ ജേക്കബ് അഗാഡിയ പിതാവേ, ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റിയുടെ സ്വന്തം സുനിയച്ച, റെവറൻഡ് സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ഹൂസ്റ്റണിൽ ജ്ഞാനായ മിഷൻ സ്ഥാപിച്ചതിൻ്റെ 25-ാം വാർഷികവും നമ്മുടെ ഈ സെന്റ് മേരീസ് ജ്ഞാനായ ദേവാലയം സ്ഥാപിച്ചതിൻ്റെ 10-ാം വാർഷികവും ആഘോഷിക്കുന്ന ഈ വേളയിൽ HKCSന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ 2 വാക്ക് സംസാരിക്കുവാൻ അവസരം തന്നതിന് ബഹുമാനപ്പെട്ട സുനിയച്ചനോടും ട്രസ്റ്റിമാരോടും ജൂബിലി കമ്മിറ്റിയോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച ഒന്നുണ്ട്, സഭയും സമുദായവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന്. അത് രണ്ടും കൂടുമ്പോൾ മാത്രമേ നമുക്ക് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹൂസ്റ്റൺ ഒരു റോൾ മോഡൽ കമ്മ്യൂണിറ്റിയാണ്. സൊസൈറ്റിയും ചർച്ചും പരസ്പര ധാരണയിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മുൻപോട്ട് പോകുന്നു. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നമുക്ക് ഏവർക്കും പ്രയത്നിക്കാം. ഈ സിൽവർ ജൂബിലിയുടെ ഉദ്ഘാടന വേളയിൽ അഭിവന്യ പിതാവിനോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നമ്മൾ കുർബാനമൊക്കെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നുണ്ട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ എന്ന്. ആ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതി പരമ്പരയിൽപ്പെട്ട പിൻതലമുറക്കാരാണ് ഞങ്ങൾ ജ്ഞാനായക്കാർ എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ആ ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കുവാൻ തന്റെ ചാർച്ചക്കാരിൽ നിന്ന് തന്നെ മാത്രമേ ആകാവൂ എന്ന് അബ്രഹാം തന്റെ ഉള്ളത്തൊടയിൽ കൈപിടിപ്പിച്ച് സത്യം ചെയ്യിപ്പിച്ച
പാരമ്പര്യമാണ് നമ്മളുടേത് എന്നും വിസ്മരിക്കരുത്. അങ്ങനെയുള്ള ക്നാനായക്കാൾ കോട്ടയം രൂപ പോലുള്ള ഒരു രൂപത അമേരിക്കയിലും വേണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടേ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ക്നാനായ സമുദായം ദൈവത്തിൻ്റെ പരിപാലനയിൽ ദൈവം വളർത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ വളർച്ചയിൽ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവം വാരിക്കോരി അനുഗ്രഹിച്ചിട്ടുണ്ട്. ക്നാനായക്കാർക്ക് മാത്രമായി ഒരു വികാരിയത്ത് വേണമെന്ന് യത്നിക്കുകയും നേടിയെടുക്കുകയും ചെയ്ത മാക്കിയിൽ പിതാവ് ഇന്നൊരു ദൈവദാസനാണ്. കോട്ടയം വികാരിയത്ത് അനുവദിച്ചു നൽകിയ 10-ാം പീയൂസ് മാർപ്പാപ്പ ഒരു പുണ്യവാളനാണ്. പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും കോട്ടയം ഡയസിസിന്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് തീരുമാനിച്ച ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പായും ഇന്ന് ഒരു പുണ്യവാളനാണ്. പിതാവെ, അങ്ങ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായി അമേരിക്കയിലുള്ള ക്നാനായക്കാർക്ക് ഒരു രൂപതയും ഒരു മെത്രാനെയും തന്ന് ഈ സമുദായത്തെ സഹായിച്ചാൽ അങ്ങേ ഒരു ദൈവദാസനായിട്ടോ പുണ്യവാളനായിട്ടോ അനുകരിക്കുവാനുള്ള കൃപ ദൈവത്തിൻ്റെ കയ്യിൽ ഇനിയും ബാക്കിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും നല്ല ക്നാനായ കമ്മ്യൂണിറ്റിയായ ഹൂസ്റ്റണിൽ ആ രൂപത സ്ഥാപിച്ച് ഞങ്ങളുടെ ഈ ജൂബിലി വർഷം അനുഗ്രഹപൂർണ്ണമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഹൂസ്റ്റൺ ക്നാനായ മിഷന്റെ 50-ാം ജൂബിലി വർഷത്തിൽ അമേരിക്കൻ ക്നാനായ രൂപതയുടെ 25-ാം ജൂബിലിയും ഒപ്പം ആഘോഷിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ജൂബിലി വർഷം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഒരു നാഴികക്കല്ലായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, Benny Uncle. As the CCD representatives, let me call on June Chetal. Our Bishop, His Excellency, Bishop Jacob Angariat, our Vicar, Father Suni Panikadikara, Reverend Sisters, Grandparents, Parents, Uncles, Aunties, and Friends. Isho Mishaike, Studiaikete. My name is Jude Benuchetulu, and I have been living in Houston for the last 7 years. I am very much excited and proud to represent the CCD students from the parish. First, we thank God for making our church as my second home. We are sowed in the rich soil of the St.Mary's Knanaya Catholic Church. Our church, Vicar, and our parish communities are helping us to practice our faith and build a strong Knanaya traditions and customs of our ancestors. Our generation likes to hear good things about the Holy Church, community, priests, and community members, and grow in good faith and follow the Knanaya traditions. We thank God for directing the Houston Knanaya Catholic community for the last 25 years, and for having our own church for 10 years since fostering our faith. The liturgical celebrations, including Holy Garbana, sacraments, and adorations in English, help us to practice and grow our faith in our comfortable language. The catechism classes help us to learn more about God, the Holy Church, and Holy Bible. Catechism classes, church, and Gurare gatherings help us to build good friends within our Knanaya community. Tirubala Satyam and Mission League Pious Gathering help us to practice many virtues and charity works. We also like to thank our Vicar Achin, sisters, and catechism teachers to help us to grow in good Catholic faith. We also thank the care and love of our bishop, who visits our church and catechism classes a couple of times in a year. Today, we are celebrating the 25th anniversary of the Knanaya Mission and 10th anniversary of our church. We, the CCD students, along with the elders, thank God the Almighty for all the blessings showered upon our parish for the last 25 years.
We congratulate and be thankful to all our parents and grandparents who established and grow this beautiful church for us from our heart. In the name of the CCD students, I thank you all and God bless all of us. Thank you, Jude. For the vote of thanks, I invite Mr. Johnson Vattamatala. Your Excellency Bishop Mar Jacob Angadian, Reverend Father Suni Padjarangana, Reverend Sisters and my dear parishioners. I take this opportunity for giving honor and glory to God in thanksgiving for this precious moment. Without His undivided attention and blessing, this event would not have been possible. Our Bishop came all the way from Chicago, setting aside time to be with us today. During his inaugural address, Bishop enriched our thoughts with the importance of keeping God in the midst of this one-year-long celebrations. On behalf of this parish, I extend my sincere appreciation and gratitude to Your Excellency. Our Vicar Father Suni and our loving sisters are leading the effort in preparing this church and parish spiritually and physically for the celebrations. Thank you so much for your vision and hard work. Our core Jubilee Committee, led by the conveners, contains several subcommittees, parish council, and ward officials. They all are working tirelessly to make every single event successful, just like today's opening. Many individuals are helping in one way or another for the smooth running of all the activities. They all envision a final product of contributing towards a good cause, helping the poor and needy ones. Your sincere efforts are much appreciated. Finally, I want to thank you all sitting here, including today's speakers, videography, photography, and the choir, for making this day meaningful. I encourage you all to be part of the mission of extending our helping hands to the poor. Today makes the beginning of a journey whereby we want to know more about the grace of God and move towards the mark and goal that has been set by our Lord Jesus. Our celebration of this Jubilee cannot begin without reminding you that Lord loves us and cares for each one of us. We have a lot to learn from Jesus, and we have surety that whatever we ask shall be given. At the end of the day, we shall ask, if it is not for the Lord, where shall we have been? Once again, on behalf of this church, I would like to thank each and every one of you for finding time to come and grace this occasion. May God bless you all and enjoy the rest of the day. Thank you. അറിയിപ്പുണ്ട്. കൂടാരയോഗ പ്രസിഡന്റ് സെക്രട്ടറിമാർ ദേവി ഇത് സങ്കീർത്തിമുകളിലേക്ക് വരണമെന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. കൂടാരയോഗ പ്രസിഡന്റ് സെക്രട്ടറിമാർ. ഇപ്പോൾ കൂപ്പൺ കൊടുക്കുന്ന സമയമാണ്. കൂപ്പണും അതുപോലെ ജൂബിലി കിറ്റും രണ്ടോ അതിലധികമോ കൂപ്പൺ ബുക്കുകൾ നിർമ്മിക്കുന്നത് അഭിമന്യ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. അവിടെ പേര് ജോസിയേട്ടൻ, ഫൈനാൻസിൻ്റെ കോർഡിനേറ്റർ ജോസിയേട്ടൻ അനൗൺസ് ചെയ്യുന്നതാണ്. അതുപോലെ സ്റ്റേഷൻ 1 സെൻറ്റ് അൽഫോൻസ, സെൻറ്റ് ക്രിസ്റ്റഫർ, സെൻറ്റ് തെരേസ